നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജോയ്സ് TV എന്ന ടെസ്റ്റിമണി ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കട്ടെ. ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ ദൈവമക്കളാകുന്ന ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നു എന്ന് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ഇടയിൽ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വിജയകുമാർ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ജോയ്സ് TVയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദാസനെ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ ജോയ്സ് TV ചാനലിലൂടെ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് അവസരം നൽകിയ കർത്താവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസനും ദാസിക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അടിയന്റെ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഒരു ആത്മീയ വർധനവിന് കാരണമാകാൻ ദൈവനാമത്തിന് മഹത്വമായി തീരാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കും. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മുഴുവൻ പേര് വിജയകുമാർ എന്നാണ്. വിജയൻ ആശാരി എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ ഒരു വിശ്വകർമ്മ ആശാരി കുടുംബത്തിൽ കൊല്ലൻ സമുദായത്തിൽ ജനിച്ചയാളാണ്. വിശ്വകർമ്മയിൽ കൊല്ലനും കല്ലനും ആശാരി തട്ടാനും മൂശാരിയും ഉണ്ട്. ഈ 5 പേരെയും വിശ്വകർമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ കൊല്ല സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. 2.25 സെന്റ് വസ്തുവും ഒരു ഓല വീടുമുള്ള വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അച്ഛൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. അതിരാവിലെ ജോലിക്ക് പോകുന്നത് വളരെ പട്ടാളക്കാർ പോകുന്നത് പോലെ പോകുന്ന ആളാണ് അപ്പൻ. പക്ഷേ വൈകുന്നേരം വരുമ്പോ ഈ സർവേ ഡിപ്പാർട്ട്മെന്റുകാർ റോഡ് അളക്കും പോലെ അളന്നളന്നാണ് അപ്പൻ വരുന്നത്. ഓണത്തിനും ക്രിസ്മസിനും ചില ആളുകൾ എടുത്തുകൊണ്ടാണ് വരുന്നത്. എനിക്കൊരു ജ്യേഷ്ഠൻ, എന്നേക്കാൾ 8 വയസ്സ് മൂത്തയാള്, ഇളയാൾ എന്നേക്കാൾ 8 വയസ്സ് ഇളയാൾ. അങ്ങനെ 3 പേരാണ് നിലവിലുള്ളത്. എന്നാൽ 6 പേരുണ്ടായിരുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഇല്ല, ഒരു സജീവ ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. വലുതാകുമ്പോൾ ഒരു പൂജാരിയായി മാറണം എന്നുള്ളതായിരുന്നു മനസ്സിലെ സ്വപ്നം. അതിനപ്പുറത്ത് ഇന്ത്യയിലെ ക്രൈസ്തവരെ മുഴുവനും നശിപ്പിക്കണം. ഒരൊറ്റ ക്രൈസ്തവൻ ഈ ഇന്ത്യയിൽ ബാക്കി വരരുത്. മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരൊക്കെ പാകിസ്ഥാനിൽ പോകണം, ക്രിസ്ത്യാനികൾ ലണ്ടനിൽ പോകണം. ഞാനും എൻ്റെ പാർട്ടിയും ഇന്നത്തെ പ്രധാനമന്ത്രിയൊക്കെ ഇന്ത്യയിൽ മതി എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നടക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ക്രിസ്ത്യാനികളുള്ള വ്യക്തിപരമായ വൈരാഗ്യമായിരുന്നു. അതൊന്നും ഇന്നത്തെ അവസ്ഥയിൽ അറിയാം. ക്രിസ്ത്യാനികളല്ല നോക്കേണ്ടത്, ക്രിസ്തുവിനെയാണ് നോക്കേണ്ടത്. അങ്ങനെ ജനിച്ചു വളർന്ന കൊച്ചു കുടുംബത്തിലാണ്. വളരെ ദാരിദ്ര്യമുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ എനിക്ക് 11 വയസ്സുള്ളപ്പോൾ ഞാൻ 5ാം ക്ലാസ് കഴിയുന്ന സമയത്ത് മദ്യപിച്ചുകൊണ്ട് വരുന്ന ഒരവസരത്തിൽ എൻ്റെ അച്ഛൻ അടുത്ത വീട്ടിൽ പെട്രോംസ് ലൈറ്റ് ഉള്ള പഴയ ഗ്യാസ് ലൈറ്റ് ഉണ്ട്, അതിലെ ഗ്യാരംസ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ 2.25 സെന്റ് വസ്തുവിനും തൊട്ടടുത്ത വീട്ടിനും ഇടയിലുള്ള ഒരു കിണർ, 95 അടി താഴ്ച, 5 അടി വെള്ളം, അതിനകത്ത് അച്ഛൻ കൈ കുത്തിയപ്പോ, ഫിറ്റായി വന്ന അച്ഛൻ കൈ കുത്തിയപ്പോ അതിനകത്ത് വീഴുവാനും അച്ഛൻ ആ സമയത്ത് തന്നെ മരണപ്പെടുവാനും ഇടയായി. 30 വയസ്സ് മാത്രം പ്രായമുള്ള അമ്മ വിധവയായി മാറി. ഇല്ലാത്ത അവസ്ഥ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ. പഠിക്കാൻ വളരെ മിടുക്കനാണെങ്കിലും ബുക്ക് പുസ്തകം വാങ്ങണമെന്ന് യാതൊരു സാഹചര്യവുമില്ല. അത്ര ഇല്ലായ്മയുടെ കാലം. എങ്കിലും പഠിക്കാൻ ഞാൻ മിടുക്കനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ അത്രയും ദാരിദ്ര്യമാണെങ്കിൽ പോലും ക്രിസ്തീയ വൈരാഗ്യത്തിന് അല്പം പോലും കുറവില്ല. കാരണം അതിലൊരാളിനെ ഉപദ്രവിച്ചാൽ, അതിലൊരാളിനെ ഒന്ന് ഇൻസൾട്ട് ചെയ്താൽ അത് എനിക്കൊരു സംതൃപ്തി എന്നതിലുപരി മുകളിൽ എനിക്കൊരു ക്രെഡിറ്റ് ആകും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്ന കാലമാണ്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇളയ സഹോദരനുമായി വിളിക്കാത്ത വിവാഹ വീട്ടിലെല്ലാം കയറിപ്പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെ ദാരിദ്ര്യവും ഇല്ലായ്മയും സങ്കടങ്ങളും ഒക്കെ ആയി ജീവിക്കുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിയുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ധനുവച്ചപുരം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനാണ് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പോ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഒരു സുഹൃത്ത്. അവളുടെ പേര്, അവൾ കാർഷിക കോളേജിനടുത്ത് ട്രിവാൻഡ്രം ജില്ലയിൽ
വെള്ളയാണി എന്ന സ്ഥലത്തുള്ള ആളാണ്. അപ്പോ പെൺകുട്ടിയുടെ പേര് ലതിക നായർ എന്നാണ്. ഞാൻ ഈ കുട്ടിയെ സൗഹൃദം ഉണ്ടാക്കാൻ കാരണം, ഞാൻ വളരെ ദരിദ്രമായ കുടുംബത്തിലാണല്ലോ. ഒരു വലിയ നേതാവിന്റെ മകളാണ്, കോടീശ്വരിയാണ്, ഒറ്റ മകളാണ്. അപ്പൊ ഇവിടെ സൗഹൃദം ആയാൽ ഭാവിയിൽ അത് എൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കും ഒരു സഹായമാകുമല്ലോ എന്ന് പറഞ്ഞ് തിരഞ്ഞു പിടിച്ച് സൗഹൃദം ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ സൗഹൃദബന്ധം വളരെ സൗഹൃദബന്ധമായി. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് പരീക്ഷയായി. പരീക്ഷയാകുന്നതിന്റെ അന്ന് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, പരീക്ഷയെ കഴിഞ്ഞു ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് ഭാവിയെ പറ്റി, അത് കേൾക്കാൻ വരണം. അങ്ങനെ പിറ്റേ ദിവസം ഡിഗ്രി പരീക്ഷ അവർക്ക് നടക്കുമ്പോൾ ആ കോളേജിന്റെ ക്യാമ്പസിൽ ഈ പെൺകുട്ടി വിളിച്ചതനുസരിച്ച് ഞാൻ അവിടെ ചെന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടി കൊണ്ട് തന്ന ഭക്ഷണവും കഴിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എന്നോട് ഞാൻ പറയും പോലെ കേൾക്കണം, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, പിന്നെ ഭാവി ശരിയാകാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്കൊരു പൊതി തന്നു. അപ്പൊ അച്ഛൻ വലിയ നേതാവായതുകൊണ്ട് ഏതോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള റെക്കമെൻഡും അതിന്റെ ആപ്ലിക്കേഷൻ ഫോമും അതിനുള്ള സാമ്പത്തികം ആയിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ പൊതി നിവർത്തി നോക്കി. ഈ പൊതി നിവർത്തി നോക്കുമ്പോഴാണ് PV ആശാരി അപ്പൻ പറഞ്ഞതുപോലെ എൻ്റെ അകവാള് കത്തിപ്പോയി. കാരണം ഞാൻ ഈ പൊതി നിവർത്തി നോക്കിയപ്പോൾ കണ്ടത് അതിനകത്തൊരു വേദപുസ്തകമാണ്. എൻ്റെ രക്തം തിളച്ചു. ഞാൻ ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണ്? അവൾ പറഞ്ഞു, നീ ബഹളം വയ്ക്കുക എന്നുള്ളതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത്. ഞാൻ എണീറ്റ് നിൽക്കുന്നു, പെൺകുട്ടി താഴെ നിൽക്കുന്നു. 4 ശരീരം മുഴുവനും രുദ്രാക്ഷവും ഏലസും മാലയും കുങ്കുമവും കുറിയൊക്കെ ഇട്ടിരിക്കുന്ന ഞാൻ അവളോട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണോ? അവളോട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് നിന്നെ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത്. ഞാൻ, നീ എങ്ങനെ ക്രിസ്ത്യാനിയായി? അവൾ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അസ്ഥി ഉരുകുന്ന രോഗം എനിക്കുണ്ടായിരുന്നു. ആ രോഗം മാറാൻ കാരണം എന്നെ ഇംഗ്ലീഷ് ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന പെന്തക്കോസ്ത് ടീച്ചർ എനിക്ക് ബൈബിൾ തന്നിട്ട് പറഞ്ഞു, ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതലുണ്ടാകും, അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മാർക്കോസ് സുവിശേഷത്തിനകത്തുള്ള 5ാം അധ്യായത്തിലെ 25ാമത്തെ വാക്യം മുതൽ 34 വരെയുള്ള വാക്യം, അന്ന് 12 സംവത്സരമായ രക്തസ്രാവമുള്ളവളായ സ്ത്രീ തനിക്കുള്ളതൊക്കെയും വിറ്റ് ചിലവഴിച്ചിട്ട് അല്പം പോലും ഭേദം വരാതെ ഏറെ പരവശയായവൾ യേശുവിന്റെ വർത്തമാനം കേട്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങിൽ തൊട്ടാൽ തനിക്ക് സൗഖ്യം വരുമെന്ന് ഉറച്ച വിശ്വാസമുള്ള പുരുഷാരത്തെ പിന്നിലൂടെ വന്നെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തൽക്ഷണം സൗഖ്യമായ ആ സംഭവ സാക്ഷ്യം ഈ പറയപ്പെടുന്ന ടീച്ചർ പറഞ്ഞത് കേട്ട് ആ പെൺകുട്ടി വിശ്വസിച്ചു. വേദപുസ്തകം പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെ ഈ പെൺകുട്ടി നായർ കുടുംബത്തിലെ കുട്ടി ഈ ബൈബിൾ വാങ്ങുകയും വീട്ടുകാരറിയാതെ വിശ്വസിക്കുകയും ചെയ്തു. 2 മാസത്തിനകത്ത് അസ്ഥി ഉരുകുന്ന രോഗം ദൈവം മാറ്റിക്കൊടുക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാ പെൺകുട്ടി ഇന്ന് എന്നെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഏത് രോഗമായാലും ഏത് വിഷയമായാലും കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് 230 വോൾട്ടാണ്. ഗൾഫിലെ കറണ്ട് 240 വോൾട്ടാണ്. മെന്റൽ ആശുപത്രി ഷോക്ക് കൊടുക്കുന്നത് ട്രിവാൻഡ്രത്ത് 10,000 തമിഴ്നാട്ടിൽ 15,000 വോൾട്ടാണ്. ട്രെയിൻ ഓടുന്നത് 25,000 വോൾട്ടാണ്. എന്നാൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, യഹൂദന്മാരുടെ പഞ്ചാംഗമാകുന്ന തൽമൂദിൽ യേശുക്രിസ്തുവിന്റെ ഒരു തുള്ളി രക്തത്തിന് 66,000 കോടി വോൾട്ടാണ്. ആ വോൾട്ടിൽ ഒരു തുള്ളി നമ്മുടെ ശരീരത്തിൽ വീണാൽ മാറാത്ത രോഗമുണ്ടോ, മാറാത്ത കടമുണ്ടോ, മാറാത്ത പ്രശ്നമുണ്ടോ, മാറാത്ത അനർത്ഥമുണ്ടോ? സകല പ്രശ്നങ്ങൾക്കും ഒരേ ഒരു ഉത്തരം കർത്താവായ യേശുക്രിസ്തു. സ്തോത്രം. അങ്ങനെ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എനിക്കൊന്നറിയാം. അങ്ങനെ ബൈബിൾ എൻ്റെ കയ്യിലിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. ദാരിദ്ര്യവാനായ ഞാൻ തൊട്ടടുത്തുള്ള കടലിൽ ബീച്ചിന്റെ സൈഡിൽ ഒരു വള്ളത്തിൽ ചാരി ഇരുന്നു കൊണ്ട് 4-5 കുറിയും രുദ്രാക്ഷവുമായിരിക്കുന്ന എൻ്റെ അടുക്കലേക്ക് മുണ്ടെടുത്തൊരു ദേവദാസൻ കടന്നു വന്നു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പേര് വിജയനാണ്? ഞാൻ പറഞ്ഞു യെസ്. നിങ്ങൾ വിശ്വകർമ്മയാണ്? ഞാൻ പറഞ്ഞു യെസ്. നിങ്ങൾ ആശാരിയാണ്? ഞാൻ പറഞ്ഞു യെസ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു സുവിശേഷ പ്രവർത്തകനാകും. ഇത് കേട്ടത് എനിക്ക് ദേഷ്യമാണ്. ഞാൻ അയാളുടെ മുണ്ടിനെ വലിച്ച് താഴ്ത്തിയിരുന്നു കൊണ്ട് വലിച്ചു. ഞാൻ നിൽക്കുന്നു, അയാളുടെ മുണ്ട് കീറി, ഷർട്ട് കീറി, ബൈബിളിന്റെ അയാളുടെ കയ്യിലെ ബൈബിളിനെ കീറി അയാളുടെ വായിൽ തന്നെ വെച്ചു. ഇന്ന് കാണുന്ന രൂപത്തിനപ്പുറത്തെത്തി കൂടെ വണ്ണവും പൊണ്ണവും ഒക്കെ ഉള്ള കാലമാണ്. അപ്പോൾ അദ്ദേഹം ആ വായിക്കകത്തിരിക്കുന്ന ബൈബിൾ പീസ് വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ കൊന്നാലും ദർശനത്തിന്റെ അവധിയുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ആ മനുഷ്യൻ അന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ഒരിക്കൽ കൂടെ പറഞ്ഞു, നിങ്ങൾ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോക രാഷ്ട്രങ്ങളില് നിങ്ങളെ ദൈവം കൊണ്ടുപോകും എന്ന് പറയാനിടയായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യം എൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പതുക്കെ ഈ ബൈബിൾ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞു. പലരും എന്നെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി, ക്രിസ്ത്യാനികൾ ആക്ഷേപിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഒരാൾ അയാളുടെ ലൈറ്റർ എൻ്റെ കയ്യിലേക്ക് തന്നു. അഹങ്കാരിയായ ഞാൻ ഈ ബൈബിൾ തൂക്കി പിടിച്ചു, ഈ ലൈറ്റർ കത്തിച്ചു, ബൈബിളിന്റെ അടി ഞാൻ കത്തിച്ചു, ബൈബിൾ കത്തി ഉരുകാൻ തുടങ്ങി. ആ പെൺകുട്ടി
പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, വിജയ നീ ഓർമ്മിച്ചോ, ഇത് ജീവന്റെ വചനമാണ്, ഇന്നല്ലെങ്കിൽ നാളെ നീ ഇത് ചുമക്കുന്ന ഒരു കാലം വരും എന്നാ പെൺകുട്ടി പറഞ്ഞു. അന്ന് അവള് പറഞ്ഞു ഞാൻ ഒന്ന് ചുമക്കുമെന്നാണ്. ഇന്ന് ഞാൻ 3 എണ്ണമാണ് ചുമക്കുന്നത്. ഒന്ന് മലയാളം പ്രസംഗിക്കാൻ, ഒന്ന് തമിഴ് പ്രസംഗിക്കാൻ, ഒന്ന് ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ. യെശയ്യാ 65 പറയുന്നു, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി, എന്നെ അന്വേഷിക്കാത്തവരോ എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. സകല ജനത്തിന് വരുവാനുള്ള ഒരു മഹാസന്തോഷമാണ് കർത്താവ്. ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏത് വിഷയമായി കർത്താവിന്റെ അരികിലേക്ക് വാ, സ്വർഗം സഹായിക്കാൻ ഇടയാകും. അങ്ങനെയുള്ള കാലഘട്ടം. ആ വിദ്യാഭ്യാസം കഴിഞ്ഞു. അന്ന് എനിക്ക് ലൈറ്റർ തന്ന ബ്രദർ എന്നറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രാസംഗികനാണ്. അന്ന് എനിക്ക് എന്നെ പ്രലോഭിപ്പിച്ചവർ ഓരോ സഭയുടെ സെക്രട്ടറിമാരോ അസിസ്റ്റന്റ് പാസ്റ്റർമാരോ പ്രധാനപ്പെട്ട വിശ്വാസികളോ ആയി തുടരുന്നു. 12 കൂട്ടം മിച്ചം വരുത്തിയ കർത്താവ് അന്ന് ഏകദേശം 5000-ലധികം പുരുഷന്മാർ, 3000-ലധികം സ്ത്രീകൾ, 920 കുട്ടികൾ, ഇത്രയും പേരുള്ളപ്പോഴാണ് കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് അവർക്ക് കൊടുക്കുന്നത്. അന്ന് കർത്താവ് 12 കുട്ടയാണ് മിച്ചം വരുത്തിയത്. എന്തുകൊണ്ട് 5 വരുത്തിയില്ല? എന്തുകൊണ്ട് 15 വരുത്തിയില്ല? 12 കുട്ട വരുത്തിയാലേ കൂടെ നടന്നിട്ടും സംശയിച്ചവർക്ക് ഓരോ കുട്ട ചുമക്കാൻ കൊടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ മനസ്സോടെ കർത്താവിനെ ചുമപ്പിക്കാനിടയായി. വിശ്വാസത്തിൽ വന്നത് തൊട്ട് ആമെ ഭൗതികം ആത്മികത്തിനപ്പുറത്ത് ആമെ നിത്യത ഉറപ്പാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പനി മാറട്ടെ, കടം മാറട്ടെ, പ്രശ്നം വരട്ടെ, വീട് കിട്ടട്ടെ, എന്തുവാകട്ടെ, അതിനപ്പുറത്ത് നമുക്കൊരു നിത്യതയുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 2.25 സെന്റ് വസ്തുവിന്റെ ഓല വീടിൽ ചാണകം മെഴുകിയ തറ. അപ്പൻ മരിച്ച കാലഘട്ടത്തിൽ ദാരിദ്ര്യവും ഇല്ലായ്മയും. അടുത്ത വീട്ടിലെ നായർ പയ്യനാണ് എനിക്കൊരു പാന്റ് തരുന്നത്. എന്റെ പാന്റും ഉടുപ്പും ഊരി 1ാം ക്ലാസ്സുകാരന് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? 50ഓളം വയസ്സുള്ള ഞാൻ ഇത്രയും ചെറുതാണെങ്കിൽ അന്ന് 11 വയസ്സിൽ എന്ത് ചെറുതായിരിക്കും? അപ്പൊ അടുത്തുള്ള വീട്ടിലെ പയ്യൻ നായർ കുട്ടി തരുന്ന പാന്റ് വലിച്ചിട്ടാൽ എന്റെ ഹൂക്ക് ഏകദേശം പുറകെ വന്ന് നിൽക്കും. അങ്ങനെ അതിനെ കയറുകൊണ്ട് കെട്ടി മുട്ടുവരെ എത്തിയ പാന്റിനെ മുറുക്കി ഞാൻ. മുട്ടുവരെ എന്ന പാന്റിനെ ഇപ്പൊ ബെർമുഡ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ബെർമുഡ ഉണ്ടാക്കിയ ഞാനാണ് 40 വർഷത്തിന് മുമ്പ്. അപ്പൊ ആ ബെർമുഡയിടും. കാരണം പുറകുവശമുള്ള സന്തോഷമുള്ള ബെർമുഡയാണ്. ഇരിക്കാൻ പറ്റൂല, കുനിയാൻ പറ്റൂല, ചിരിച്ചുകൊണ്ടിരിക്കും. ആ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയില് എന്റെ വീടിന്റെ പ്രത്യേകത തീരപ്രദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഇപ്പോഴവിടെ അല്ലെങ്കിലും. അപ്പോൾ ഈ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന വിമാനം നേരെ വന്ന് പൂവാർ എന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് തിരിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത് എൻ്റെ വീട്ടിന്റെ മുകളിൽ കൂടെയാണ്. എൻ്റെ വീട്ടിന്റെ മുകളിൽ എത്തുമ്പോൾ ഈ വിമാനം ഏറ്റവും താഴ്ന്ന് ഇടത്തോട്ട് തിരിയും. കാരണം ലോകത്തെ ഏറ്റവും അടുത്ത വിമാനത്താവളമുള്ള ശ്രീലങ്ക ടു ട്രിവാൻഡ്രമാണ്. 23 കിലോമീറ്ററാണ്. അപ്പോൾ വിമാനത്താവളങ്ങളുടെ അകലം കുറയും തോറും വിമാനത്തിന്റെ പൊക്കം കുറയുമെന്നാണ് എയറോനോട്ടിക് എഞ്ചിനീയർ പറയുന്നത്. അപ്പൊ ഞാൻ ഈ വിമാനത്തിന്റെ പുറകെ പോകും. പകലാണ് പോകുന്നതെങ്കിൽ ഇതിന്റെ വീല് കാണാൻ പറ്റും. അതിങ്ങനെ ചരിഞ്ഞു വരും. ചിറകൊക്കെ ഇങ്ങനെ വിടർന്നു വരുന്നത് കാണാൻ പറ്റും. രാത്രിയാണെങ്കിൽ അകത്തിരിക്കുന്ന ആളിനെ കാണാൻ പറ്റുന്ന അളവിൽ താഴും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വിമാനത്തിന്റെ പുറകെ ഈ ബട്ടൺസ് ഇല്ലാത്ത ബെർമുഡയും പിടിച്ച് നടക്കുന്ന കാലം. അപ്പോഴേക്ക് ഒരു ദിവസം ഇങ്ങനെ ഓടുമ്പോൾ ഞാൻ കല്ലിൽ തട്ടി വീണു. അപ്പൊ എന്റെ അമ്മ ഒന്നിക്കാണ്. അമ്മ പഴയ 3ാം ക്ലാസ്സാണ്. പാവപ്പെട്ട വീട്ടിലെ വിധവയാണെന്നുള്ള കാര്യം ഓർക്കരുത്. ആശാരിമാർ, ബ്രാഹ്മണക്കാർ, സൗന്ദര്യമുള്ള സ്ത്രീകളാണ്. അങ്ങനെ എന്റെ അമ്മ ഒരു ചൂല്, തുറപ്പെന്ന് പറയുന്ന ചൂലും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണ് ഇത് നോക്കണം? ഞാൻ വീണ് കിടക്കുകയാണ്. അമ്മ നിൽക്കുന്നു. അമ്മയുടെ എന്ത് നോക്കുന്നു? ഞാൻ വിമാനം നോക്കുന്നു. അമ്മ പറഞ്ഞു, എടാ നോക്കല്ലേ, നമ്മൾ പാവങ്ങളാണ്. ഞാൻ പറഞ്ഞു ഞാൻ നോക്കും. അമ്മ പറഞ്ഞു നോക്കിയാൽ നീ അടി വാങ്ങിക്കും. പഴയ 3ാം ക്ലാസ് സംസ്കാരമുള്ള അമ്മയുടെ ഇംഗ്ലീഷ് എന്തായിരിക്കും? അമ്മ കുറച്ചൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു അമ്മ ഞാൻ നോക്കും. അമ്മ പറഞ്ഞില്ല നമ്മൾ പാവങ്ങളാണ്. ഞാൻ നോക്കും. ഇനി നോക്കിയാൽ നിനക്ക് അടി കിട്ടും. അപ്പൊ അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഇതിന്റെ അകത്ത് കയറും. സ്തോത്രം. പറഞ്ഞു തീർന്നതും ചൂല് പൊട്ടുന്നത്ര എന്നെ അടിച്ചു. അമ്മ പറഞ്ഞു നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറയാനിടയായി. 1997 നവംബർ 13 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് പൊരുത്തം നോക്കി ബ്രാഹ്മണ താലി ഉപയോഗിച്ച് ബ്രഹ്മമുഹൂർത്തത്തില് ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നു. ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം പൊരുത്തം നോക്കി കെട്ടു. 11 പൊരുത്തം ഉണ്ടാകും, 6എങ്കിലും ഉണ്ടെങ്കിൽ കെട്ടാം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോൾ ഭാര്യ പ്രാർത്ഥിക്കുന്ന കണ്ടു. അത് ഞാൻ പിന്നത്തേൽ പറയും. അങ്ങനെ 1997 നവംബർ കല്യാണം. 99 ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. 2000 തുടക്കം തൊട്ട് ഞാൻ വിശ്വാസിയായി. 2003 നവംബർ 20 നവംബർ 13 അവിടെ നിന്ന് 2003 നവംബർ 10 2 മക്കളുമായി ഇറങ്ങേണ്ടി വന്നു. വലത്തെ കയ്യിൽ 4.25 വയസ്സുള്ള മൂത്ത മകൻ, ഇടത്തെ കയ്യിൽ 1.25 വയസ്സുള്ള ഇളയ മകൻ. എന്റെ ഭാര്യ എടുക്കാവുന്ന ഇത്രയും പാത്രങ്ങൾ ഒരു ചാക്ക് കെട്ടിലെടുത്ത് എങ്ങോട്ട് പോകുന്ന ഇറങ്ങി. 2000 പറഞ്ഞല്ലോ, 97 കല്യാണം, 99 ആത്മഹത്യ ചെയ്യുന്നു. 2002 ആമേൻ ഹല്ലേലൂയ വിശ്വാസിയായി, 2000 ശുശ്രൂഷകനായി, 2002 പ്രസംഗകനായി,
2004 മുതൽ അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രാസംഗികനായി. അങ്ങനെ 2004 കഴിഞ്ഞ് 2006 മുതൽ നോക്കുകയാണെങ്കിൽ സങ്കീർത്തനം 20 പറയുന്ന യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകുമാറാകട്ടെ. 2006 നവംബർ 20 തൊട്ട് ഇന്ന് നിൽക്കുന്ന ഈ ദിവസം വരെ നോക്കിയാൽ ഏതൊരു വിമാനത്തിൽ എനിക്ക് കയറാൻ പറ്റില്ല എന്റെ അമ്മ എന്നെ ശപിച്ചുവോ അതേ വിമാനത്തിൽ 29 പ്രാവശ്യം കയറി ലോക രാഷ്ട്രങ്ങളിൽ പോകുവാൻ, ശുശ്രൂഷിപ്പാൻ, അവന്റെ വചനം ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി. സ്തോത്രം. ഇന്ന് പകൽക്കാലം കേൾക്കുന്നത് ഒരാപ്പവുപ്പ ദൈവത്തിന്റെ സാക്ഷ്യമല്ല, മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങള്. ആകയാൽ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, മറ്റൊരുത്തന്റെ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ യേശു എന്നുള്ളൊരു നാമമല്ലാതെ ഇല്ല. ഞാൻ പണ്ട് ഋഗ്വേദം പഠിക്കുമ്പോൾ അതിന്റെ 19-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ, ഋഗ്വേദത്തിൽ 19-ാം അധ്യായം 31-ാം വാക്യത്തിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു പ്രജാപതി യാഗത്തെ കുറിച്ച്. ഭൂമിയിൽ പെരുകുന്ന പാപത്തിന് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് ഭൂമി ദേവി ചെന്ന് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ചോദിക്കുമ്പോൾ അവർ പറയും, കൽപ്പാന്ത കാലം മീൻസ് കൽപ്പവൃക്ഷം, തെങ്ങ് ഉള്ള കാലഘട്ടത്തിൽ ഭൂമിയിൽ ഒരു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ പാപമില്ലാത്തവനായി ജനിക്കും, മരത്തിൽ മരിക്കും, അങ്ങനെ പ്രജാപതി യാഗമായി മാറുമെന്ന് ഋഗ്വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിനെ കുറിച്ച്. അങ്ങനെയെങ്കിൽ ആ കർത്താവിനെ രക്ഷിക്കാമല്ലേ വിശ്വാസമായി, രക്ഷയായി ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങളെ വിടുവിക്കും ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 91-ാം സങ്കീർത്തനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. Those who knows my name, I will uplift them from the downfall. തകർച്ചയിൽ നിന്നും ഉയർത്തുന്ന സ്വർഗത്തിലെ ദൈവം. അപ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെ 29 പ്രാവശ്യം വിമാനം കയറിയ സംഭവമൊക്കെ പിന്നീടാണ്. അങ്ങനെ 2003 നവംബറിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ 1997 കല്യാണം കഴിഞ്ഞു. ഹൈന്ദവ ആചാരപ്രകാരമാണ് കല്യാണം കഴിഞ്ഞു. 14 ദിവസം കഴിഞ്ഞു, നവംബർ 27. കൊടും തണുപ്പാണ്, അറിയാമല്ലോ. ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കൊച്ചു വീട്ടിലാണ്, ദാരിദ്ര്യവും ഇല്ലായ്മയും. അങ്ങനെ 14 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത് കിടക്കുന്ന വൈഫിനെ കാണാനില്ല. കൊച്ചു വീടാണല്ലോ. അപ്പോ ഈ ചെറിയൊരു ലൈറ്റ് അതിനെ വലുതാക്കി എന്റെ ഭാര്യ നോക്കിയപ്പോ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഷൂ എന്നൊരു ശബ്ദം മാത്രം കേൾക്കുന്നു. ഇതെന്താണ്? രാത്രി എന്റെ ഭാര്യ പാമ്പായി മാറിയോ, അങ്ങനെ നാഗകന്യകയായി മാറിയോ എന്നൊക്കെയുള്ള സംശയത്തില് അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞ അവസാനം ചുവരിനറ്റത്ത് ചെല്ലുമ്പോൾ ആ ചുവരിന്റെ അറ്റത്ത് എന്റെ ഭാര്യ മുട്ടുകുത്തി നിന്ന് യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്ന കാണാനിടയായി. അവൾ യേശുവേ യേശുവേ എന്ന് പറയുന്നതാണ് ഞാൻ ഷൂ എന്ന് കേട്ടത്. അപ്പോൾ തന്നെ കൊല്ലാനുള്ള വൈരാഗ്യമുണ്ട്. അപ്പോഴാണ് എൻ്റെ ഭാര്യ അവളുടെ സാക്ഷി പറയുന്നത്, 8 വർഷം കൊണ്ട് എൻ്റെ ഭാര്യ ഒരു രഹസ്യ ക്രിസ്ത്യാനിയാണ്. നെയ്യാറ്റിൻകര ഭാഗത്ത് ജനിച്ചു വളർന്ന അവൾ തമിഴ്നാട്ടിൽ അവളുടെ അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തിരുച്ചെന്തൂർ ഭാഗത്ത് കുടുംബമായി അവർ ഇരിക്കുന്ന കാലഘട്ടത്തില് അവരോട് കെമിക്കൽ കമ്പനി ജോലി ചെയ്യുമ്പോൾ ഈ കുട്ടി വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ 8 വയസ്സ് 10 വയസ്സോളം പ്രായമുള്ളപ്പോൾ അവളുടെ സഹോദരന് തീർത്താൽ തീരാത്തൊരു തലവേദന ഉണ്ടായിരുന്നു. പലയിടത്തും ചികിത്സിച്ചിട്ട് മാറാതെ ബ്രെയിൻ ട്യൂമർ എന്ന് പറയാവുന്ന ആ തലവേദനയോടെ കുനിഞ്ഞു മാത്രം നടക്കുന്ന മൂത്ത സഹോദരൻ ട്യൂഷൻ പഠിക്കാൻ പോകുന്നത് ഒരു പെന്തക്കോസ്ത് ടീച്ചറുടെ വീട്ടിലാണ്. അങ്ങനെ SLC പരീക്ഷയായപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ നടന്നാൽ എങ്ങനെയാണ്, പരീക്ഷ എടുക്കുന്നില്ലേ? അതാണ് ടീച്ചറെ, എനിക്ക് നൂന്നിരിക്കാൻ പറ്റുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും, നാളെ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ടീച്ചർ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം ഞായറാഴ്ച ഒരു പ്ലാസ്റ്റിക് കവറും കുപ്പിയുമായി ടീച്ചറോട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഈ സഹോദരൻ പോവുകയാണ്. അങ്ങനെ ചെല്ലുന്ന വഴിയിൽ ടീച്ചർ അവനെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്കല്ല, ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സ്വന്തം സഭയിലേക്കാണ് അവനെ കൊണ്ടുപോയത്. 7 ദിവസമായി ഉപവാസം നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ വന്ന ഗസ്റ്റ് പാസ്റ്റർ ഇവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. വർഷങ്ങളായി അനുഭവിക്കുന്ന തലവേദന, പൈശാചിക ബന്ധനം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. സ്തോത്രം. ജീവിതത്തിൽ ആദ്യമായി അവന്റെ തല നിവർന്നിരുന്നത് അന്നാണ്. അങ്ങനെ തല ഉയർത്തി വീട്ടിലേക്ക് വരുന്ന സഹോദരന്റെ ആ വിടുതൽ കണ്ട് ഈ എന്റെ ഭാര്യയായി മാറിയ പെൺകുട്ടി അന്നോട്ട് യേശുവിനെ വിശ്വസിക്കാനിടയായി. എല്ലാവരും വിശ്വാസത്തിൽ വന്നപ്പോൾ ആ സഹോദരനൊക്കെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങേണ്ടി വന്നു. കാരണം പഴയ ആചാരങ്ങളിലൊന്നും പോകുന്നില്ല, കുറി തൊടുന്നില്ല, വീട്ടിൽ നിന്ന് വെളിയാക്കി. പിന്നീട് അവൻ മിഷണറിയായി മാറി. ഇന്ന് തമിഴ്നാട്ടിൽ ചില സഭകളുടെ സെൻട്രൽ പാസ്റ്ററായി അവൻ ശുശ്രൂഷ ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ എൻ്റെ ഭാര്യ, അങ്ങനെ വീട്ടിൽ എൻ്റെ ഭാര്യയാകുന്ന പെൺകുട്ടി ദീപകുമാരി എന്നാണ് അവളുടെ പേര്. അപ്പോ അവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നും പ്രാർത്ഥിക്കും, ബൈബിൾ തൊട്ടാൽ കൈ അടിച്ചൊടിക്കും
യേശു എന്ന് പറഞ്ഞാൽ നാവർക്കും, ആലയത്തിൽ പോയാൽ കാലടിച്ചൊടിക്കും. സ്വന്തമായി കുടുംബക്ഷേത്രമുള്ള സ്ഥലം, രാവിലെ എണീറ്റാൽ 1 മണിക്കൂർ പ്രഭാത കർമ്മങ്ങൾ സൂത്രങ്ങളെല്ലാം പറഞ്ഞിട്ട് ജീവിതക്രമത്തിലോട്ട് പോകാവൂ. കോലം വരയ്ക്കുന്ന വീട്, ബ്രാഹ്മണ അഗ്രഹാരം, അക്രമുള്ള കർക്കശമായ വീട്. യേശു ഒരു വാക്ക് കേട്ടിട്ട് പോലുമില്ല, കേട്ടാൽ പോലും അറിഞ്ഞൂടാ. 30 കോടി ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന കുടുംബം. എന്നാൽ അവൾ തന്റെ സഹോദരന്റെ വിടുതൽ കണ്ടതിന് ശേഷം അന്ന് മുതൽ അവൾ പ്രാർത്ഥിക്കാൻ തന്നെ, കർത്താവേ, ആ സഹോദരൻ കൊടുത്തൊരു ബൈബിൾ. അവൾക്കും ചില ശാരീരികമായ വിഷയങ്ങൾ ഉറക്കത്തിൽ ഉണ്ടാകുമായിരുന്നു, ആകാശ ഗന്ധർവനെ പോലുള്ള. എന്നാൽ ഈ ബൈബിൾ വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ തൊട്ട് അവൾക്ക് വിടുതലുണ്ടായി. അങ്ങനെ അവൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും: ദൈവമേ, എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ എനിക്കൊരു അവസരം തരണമേ, എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ അവസരം തരണമേ. 8 വർഷത്തോളം പ്രാർത്ഥിച്ചു. അവൻ ഇന്ന് പകൽ ഞാൻ കേൾക്കുന്നവരോട് പറയട്ടെ, പത്രോസിനോട് യേശു പറഞ്ഞു, നീ പോയി ചൂണ്ടയിടണം. അവൻ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു മീനിനകത്ത് ചതുർദ്രമയുണ്ടെന്ന് കണ്ടുപിടിച്ച കർത്താവ് പത്രോസിനോട് പറഞ്ഞു, എനിക്ക് നിനക്കുമായി ടാക്സ് കരം കൊടുക്കണം. പത്രോസ് ഒരിക്കലും ടാക്സ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ല. എന്നിട്ടും കർത്താവ് പറഞ്ഞു, ഇന്ന് പകൽ കേൾക്കുന്നവരെ, നിങ്ങൾ ചോദിക്കാത്തതിന് കൂടെ ഉത്തരം നൽകുന്ന ഒരു സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ ദൈവം. ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുന്നൊരു വ്യാപാര ശക്തി. അങ്ങനെ എന്റെ ഭാര്യ പ്രാർത്ഥിച്ചു, എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ ഒരവസരം. 8 വർഷം പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടായില്ല. ഈ പറഞ്ഞ പത്രോസിന്റെ ചൂണ്ട പുറത്ത് കാണുന്ന വെറും അല്പം പ്ലാസ്റ്റിക് കയറ് മാത്രമാണ്. പക്ഷെ അടിത്തട്ടിൽ വലിയ മീനും ചെറിയ മീനും ഒക്കെ വന്നിട്ടുണ്ടാകും. അതൊന്നും പത്രോസ് അറിഞ്ഞില്ല. സമയമാകുമ്പോൾ മീൻ കൊത്തുമ്പോഴല്ലേ പുറത്തറിയൂ. നാം ഇടുന്ന പ്രാർത്ഥനയും സ്തോത്രവും വിശ്വാസവും അനുഗ്രഹ കടലിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സമയമാകുമ്പോൾ അത് നന്മയായി പുറത്തു വരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഭാര്യയെ വിശ്വാസിച്ചു പ്രാർത്ഥിക്കുകയും എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ എനിക്ക് അവസരം തരണം, 8 വർഷം പ്രാർത്ഥിച്ചു, ഒരു വിടുതലും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിലേക്ക് വരാനൊരുങ്ങുകയാണ് സ്വന്തം സഹോദരന്റെ വീട്ടിലേക്ക് വിവാഹത്തിന് വേണ്ടി. അങ്ങനെ വിവാഹത്തിന് വേണ്ടി പങ്കെടുക്കാൻ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി അകത്തുകൂടെ നിന്ന് കണ്ടു, മീശയും താടിയൊക്കെ ഉള്ള എന്നെ കണ്ടു. 4-5 കുറിയും രുദ്രാക്ഷമൊക്കെ കെട്ടി എന്നെ കണ്ടിട്ട് എന്നെക്കാൾ പ്രാർത്ഥിക്കുന്ന ഈ പെൺകുട്ടി ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ കാണ്ടാമൃഗത്തെ കല്യാണം കഴിക്കാനാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എനിക്കൊരു ദൈവ പൈതലിനല്ലേ വേണ്ടത്. അപ്പോൾ ദൈവാത്മാവിൽ അവൾക്ക് അനുവാദം കിട്ടി. ഇപ്പോൾ സമ്മതിക്കണം, സകലവും നന്മയ്ക്കായി മാറും. സ്തോത്രം. കാരണം ബൈബിൾ കത്തിച്ചെന്നും പള്ളി തകർത്തിട്ടുണ്ടെന്നും ടോയ്ലറ്റിലെ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറിനകത്താക്കി പള്ളികൾക്കകത്ത് കൊണ്ട് എറിയുമെന്നും പാസ്റ്റർമാരോ അച്ഛന്മാരോ വഴി ചോദിച്ചാൽ അവരെ മറുവഴി പറഞ്ഞു കൊടുത്ത് എവിടെയെങ്കിലും കൊണ്ട് അബദ്ധത്തിൽ ചാടിക്കുന്ന മനുഷ്യനെന്നുള്ള കഥ ഇവളും കേട്ടറിഞ്ഞത് കൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ മനുഷ്യനെ വേണ്ട, ഒരു ദൈവ പൈതലിനെ വേണം. അപ്പോൾ ദൈവാത്മാവോട് പറഞ്ഞു, ജാതികൾക്കിടയിൽ സുവിശേഷം അറിയിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത മാനപാത്രമാകുന്നു ഇവൻ, ഇപ്പോൾ സമ്മതിക്കണം. അങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചു. അപ്പോൾ എന്റെ കുറ്റങ്ങളും കുറവുകളും ദൈവത്തോട് പറഞ്ഞപ്പോ, ഇല്ല, ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് ഞാൻ ഇവനെ കാണിച്ചു കൊടുക്കാനിരിക്കുന്ന കണ്ടുകൊള്ളുക എന്ന് ശൗലിനോട് പറഞ്ഞതുപോലുള്ള ആ പ്രവചനം കിട്ടുകയും ഭാര്യ സമ്മതിക്കുകയും അങ്ങനെ കല്യാണം ഉറച്ചു. കല്യാണം ഉറച്ചാൽ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത 1 വർഷത്തിനകത്ത് കല്യാണം നടക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും കല്യാണം അടുത്തു വന്നപ്പോൾ പെൺകുട്ടിക്ക് ഭയങ്കര വെപ്രാളമായി. കാരണം വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സഹോദരി പോലും അറിയാതെ അവിടെ ഇന്ന് രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിച്ചു, എന്റെ വിശ്വാസം എന്റെ വീട്ടിലോ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെയെങ്കിൽ വിവാഹം കഴിഞ്ഞു പോകുന്ന ഇടത്തെങ്കിലും എന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ നീ എനിക്കൊരവസരം തരണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര, ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ ലിംഗത്തിലോ ഭാഷയിലോ ജനിച്ചൊരു വിഷയമല്ല. ഇന്ന് നീ ഇരിക്കുന്നിടത്തുനിന്ന് പ്രാർത്ഥിക്ക്, നസറനായ യേശുവിനെ പ്രാർത്ഥിക്ക്. നിന്റെ വിഷയം എവിടെയാണോ അവിടെ വിടുതലയച്ച് സൗഖ്യം തരുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. യേശു വിടുവിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഭാര്യയെ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ വീട്ടിലോ പ്രകടിപ്പിക്കാൻ കഴിയാത്ത എന്റെ വിശ്വാസം ഞാൻ വിവാഹം കഴിച്ചെല്ലുന്ന വീട്ടിലെങ്കിലും പ്രകടിപ്പിക്കാൻ നീ എനിക്കൊരവസരം തരണം. എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കല്യാണത്തിന് 10 ദിവസം ബാക്കി. കുറെ ദിവസത്തിന് മുമ്പ് എന്റെ അനുജന് പെട്ടെന്ന് ഇടത് സൈഡ് മൊത്തം സ്തംഭിച്ചു. ഇടതുവശം മുഴുവൻ സ്തംഭിച്ചു. ലെഫ്റ്റ് സൈഡ് ഇടതുവശം മുഴുവൻ സ്തംഭിച്ചു. പാരലൈസ്ഡ് ആയി മാറി. അപ്പോ തൊട്ടടുത്തുള്ള ആയുർവേദ ആശുപത്രി കൊണ്ടുപോയപ്പോൾ വാദമായിരിക്കും നോക്കി. അവസാനം അവർ ഇത് വാദമല്ല, മറ്റൊന്നാണ്. അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പകൽ മുതൽ രാത്രി വരെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതൊരു പാരലൈസ്ഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലാകാനിടയായി. വലത് സൈഡിന്റെ ഇരട്ടിയായ ഇടതുവശം. അങ്ങനെ ഡോക്ടർമാർ തീരുമാനിച്ചു, പിറ്റേന്ന് ഓപ്പറേഷനാണ്. ഇവിടെ വയറിന്റെ ഭാഗത്ത് 36 സ്റ്റിച്ച് ഇടണം, ഈ ഷോൾഡർ ഭാഗത്ത് 16 സ്റ്റിച്ച് ഇടണം, ഇടത്തെ കാലിന്റെ അടിയിൽ
9 സ്റ്റിച്ചോളം ഇടണം. ഇത്രയും സ്റ്റിച്ച് 3 ഡോക്ടർമാർ ഒന്നിച്ചാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പിറ്റേന്ന് ദിവസം രാവിലെ ഇവനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വാർഡിനകത്ത് കയറ്റി. അങ്ങനെ അകത്ത് കയറ്റുമ്പോൾ അന്നത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട നേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബൈബിൾ കത്തിച്ച ലതിക നായരായിരുന്നു. അവൾ ഇപ്പോൾ അവിടെ നേഴ്സായി നിൽക്കുന്നു. അന്നതിന് ശേഷം കാണുന്നത് ഇപ്പോഴാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടി പറഞ്ഞു, ഓപ്പറേഷൻ 10-10:15 തുടങ്ങും, 12:15 മണി വരെയാണ് ഈ അനസ്തേഷ്യ പവർ നിൽക്കുന്നത്. മീൻസ് 2 മണിക്കൂർ അനസ്തേഷ്യ പവർ നിൽക്കും, 1 മണിക്കൂർ 58 മിനിറ്റ്. അതിനു മുമ്പ് രോഗി സൗഖ്യമായി ഉണർന്നു വന്നില്ലെങ്കിൽ മരിച്ചു എന്ന് കരുതണം. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കലായ അസുഖമാകയാൽ 12:15 മണിക്ക് നോക്കിയിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്ത് നോക്കിയിരിക്കുന്നു. 12:15, 1:15, 2:15, 2:45 എന്റെ അനുജനെ കാണാനില്ല. എന്റെ അമ്മ അടുത്തിരിക്കുന്നു, ഞാനിരിക്കുന്നു, കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ സഹോദരൻ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആശുപത്രിയിൽ ഇതിനു ശേഷം കൊണ്ടുപോയവരെല്ലാം ബോഡികളും ഓപ്പറേഷൻ കഴിഞ്ഞ അവരുടെ ബോഡികളുമായി കൊണ്ടുപോകുന്നു ജീവനോടെ. പക്ഷെ എന്റെ അനുജനെ കാണാനില്ല. അങ്ങനെ വളരെ സങ്കടപ്പെട്ട് എന്റെ അമ്മ നെഞ്ചത്തിടിച്ച് കരയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 3 സുവിശേഷ പ്രവർത്തകരായ ചെറുപ്പക്കാർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആശുപത്രി വരാന്തയിലൂടെ നടന്നു വരുന്നു. അമ്മയുടെ കരച്ചിൽ കണ്ട് സങ്കടം മനസ്സിലാക്കിയ അവർ വേദപുസ്തകം കൊടുത്തതിനു ശേഷം അവരോട് ഈ വേദപുസ്തകം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വാസമെന്തോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമെന്ന് നാം പഠിക്കുന്നത് പോലെ മാതാവിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും നമ്മൾ ആശാരി കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് യേശു ആശാരി എന്ന് മാത്രമുള്ള അറിവറിയാം. എന്റെ മാതാവ് വേദപുസ്തകം നെഞ്ചിൽ ചേർത്ത് വെച്ച് പറഞ്ഞു, എന്റെ മകനെ മടക്കി തന്നാൽ ഞാൻ അടുത്ത ദിവസം തൊട്ട് ഞാൻ ചർച്ചിൽ പോയിക്കൊള്ളാം. തൊട്ടടുത്തുള്ള ഒരു സാധാരണ ചർച്ച് മാത്രമേ അമ്മയ്ക്ക് അറിയാവൂ, എങ്കിലും അവരങ്ങനെ പറഞ്ഞു. വിധവകളെ അനാഥരെയും പോറ്റുന്ന സ്വർഗത്തിലെ ദൈവം, എളിയവനെ ആദരിക്കുന്ന സ്വർഗത്തിലെ ദൈവം. എന്റെ മാതാവിന്റെ നിലവിളിയും കരച്ചിലും. എനിക്കാണെങ്കിൽ ഈ 3 പാസ്റ്റർമാരെ കണ്ടപ്പോൾ അവിടെ വെച്ച് അടിക്കാനാണ് തോന്നിയത്. കാരണം ഇവർക്ക് ജോലിക്ക് പോയിക്കൂടെ എന്നുള്ള രീതിയിൽ ചെറുപ്പക്കാരല്ലേ. പിന്നീട് ഞാൻ ശുശ്രൂഷകനായി ഞാൻ വേദപുസ്തകമായി ചെന്ന് എന്നെയും പലരിടിച്ചപ്പോഴും ചവിട്ടിയപ്പോഴും തള്ളിയപ്പോഴും ഒക്കെയാണ് അന്ന് ഞാൻ ചെയ്തത്. എന്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ ഘട്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് ഞാൻ ഇവനെ കാണിച്ചു കൊടുക്കാൻ കണ്ടുകൊള്ളുക. 2 തിമോഥെയോസ് 1:12 പൗലോസ് പറയുന്നല്ലോ, ഇത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിൽ ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു, അവൻ എന്റെ ഉപനിധി അന്ത്യത്തോളം കാക്കുവാൻ മതിയായ ദൈവം. ആ ഉറപ്പ് ഉള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ബൈബിൾ കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ മാതാവിന്റെ അകത്ത് കിടക്കുന്ന മകനെ രക്ഷപ്പെടുത്തണമേ. അദ്ദേഹം ദർശനമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നെ ചൂണ്ടി പറഞ്ഞു, ഈ ഇരിക്കുന്ന മകനെയും കണ്ടിരിക്കാൻ സ്തോത്രം, ഇദ്ദേഹം ശുശ്രൂഷയ്ക്കായി നിങ്ങൾ വിളിച്ചിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കണ്ണാടിക്കൂട് തുറന്നു. എന്റെ പഴയ ക്ലാസ്മേറ്റ് ലതിക നായർ വിളിച്ചു പറഞ്ഞു, ഓപ്പറേഷൻ സക്സസ്, വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത്രയുമാണ് നമ്മൾ കണ്ട കാര്യം. 10 ദിവസം കഴിഞ്ഞ് ഈ പെൺകുട്ടി എന്റെ വിവാഹത്തിന് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തി. അപ്പോൾ അന്ന് അവൾ എന്നോട് പറഞ്ഞ രഹസ്യമാണ് ഞാൻ പറയാൻ പോണത്. ഹൈന്ദവന്റെ വിശ്വാസം അനുസരിച്ച് ഒരു മരണം സംഭവിച്ചാൽ 1 വർഷം കഴിഞ്ഞ് പിന്നെ കല്യാണം നടത്താൻ പാടുള്ളൂ. എന്നാൽ എനിക്ക് ഡൗറിയായി കിട്ടിയ പൈസ എല്ലാം ഞാൻ ഇവന് വേണ്ടി ചികിത്സിച്ചു. ഇവൻ മരിക്കട്ടെ എന്ന് ഞാനും ആശിച്ചു. കാരണം എൻ്റെ കയ്യിൽ ചിലവാക്കാൻ കാശില്ല. അങ്ങനെ അത്രയും അവസ്ഥയിലിരിക്കുമ്പോൾ ഇതിനകത്ത് നടന്ന സംഭവം, ആ പറഞ്ഞ ഓപ്പറേഷൻ നടന്ന ദിവസം പകൽക്കാലം 10:15 കൊണ്ടുപോയി. അന്ന് ഓപ്പറേഷൻ ആരംഭിച്ച് ഏകദേശം 16-ലധികം ആളുകളെ ഓപ്പറേഷൻ അന്ന് ചെയ്യുകയായിരുന്നു. എന്നാൽ 5 പേർ അന്ന് മരിച്ചു. 5 പേർ മരിച്ചു. ഈ 5 പേർ മരിച്ചതിൽ 5 പേരെ മൂടിക്കിടത്തിയിരിക്കുകയാണ്. ഇത് അകത്ത് നടന്ന സംഭവമാണ്. ഈ പെൺകുട്ടി പിന്നീട് പറഞ്ഞത്. അപ്പൊ അതിൽ 5ാമത്തെ ശവമായിരുന്നു എന്റെ അനുജന്റെ ശവം. അപ്പോൾ അവനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകാൻ മൂടിക്കിടത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ മുറിവുകളിലൊന്നും സ്റ്റിച്ച് ഇട്ടിട്ടില്ല. കാരണം ജീവൻ പോയത് കൊണ്ട് സ്റ്റിച്ച് ഇടാതിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് പ്രാർത്ഥന. ഈ ലതികയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ വീട്ടിൽ പോകാൻ വേണ്ടി 2 മണി കഴിഞ്ഞപ്പോൾ അവളെല്ലാം സാധനങ്ങളും പറക്കി ഒതുക്കുകയാണ്. അങ്ങനെ പറക്കി ഒതുക്കി വന്നപ്പോൾ പുറത്ത് പ്രാർത്ഥന. ഇവൾക്കൊരു ഡൗട്ട്, ഒരു കത്രിക കുറവുണ്ടോ എന്നൊരു ഡൗട്ട്. കത്രിക കുറവ് എല്ലായിടും അന്വേഷിക്കുകയാണ്, ടേബിളിലൊക്കെ. അപ്പോൾ പുറത്ത് പ്രാർത്ഥന. ഇവളുടെ
അവളുടെ അന്വേഷണം ശക്തമാകുന്നു. അവൾ ഒന്നാമത്തെ ശവവും രണ്ടാമത്തെ ശവവും മൂന്നാമത്തെ ശവവും നാലാമത്തെ ശവവും കൊണ്ടുപോയി കഴിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന്. അഞ്ചാമത്തെ ശവശരീരമായി എന്റെ അനുജന്റെ ബോഡി എടുക്കാൻ ആശുപത്രി അധികൃതർ നടന്നു വരുമ്പോഴാണ് പുറത്ത് പ്രാർത്ഥന. ആ സമയത്താണ് ലതിക കത്രിക അന്വേഷിക്കുന്നത്. അങ്ങനെ കത്രിക ടേബിൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഡൗട്ട്, എന്റെ സുഹൃത്തായ വിജയന്റെ അനുജന്റെ ഓപ്പറേഷൻ ആ സ്ട്രക്ചറിലാണോ കത്രിക എന്നുള്ള ഡൗട്ടിൽ ഇവൾ കത്രിക ബോഡിക്ക് ചുറ്റും അന്വേഷിക്കുന്നു. പുറത്ത് പ്രാർത്ഥന. ഇവളുടെ അന്വേഷണം അന്വേഷിച്ച് കാലിന്റെ ഭാഗത്തെത്തിയപ്പോൾ ലതികയ്ക്ക് സംശയം, മൂടിക്കിടത്തിയ ശവത്തിന്റെ കാലുകൾ അനങ്ങുന്നോ എന്നൊരു സംശയം. പുറത്ത് പ്രാർത്ഥന. ബോഡി അനങ്ങുമ്പോൾ അവൾ തുണി വലിച്ചു മാറ്റുമ്പോൾ കാലുകൾ അനങ്ങുന്നു. ഇവൻ സംസാരിക്കുന്നു. അവൾ പിന്നെ ഡോക്ടറെ വിളിച്ച് അവർ 3 പേര് വന്ന് പിന്നെയാണ് അവനെ സ്റ്റിച്ചിട്ടത്. അങ്ങനെ 3 മുറിവിലും ഓരോ ഓസിട്ട് മലമൂത്ര വിസർജനത്തിന് 2 എണ്ണം ഇട്ട്, ശ്വാസം വിടാൻ 1 ഇട്ട്, വായു ആകാരത്തിന് വേണ്ടി 1 എണ്ണം ഇട്ട്, അങ്ങനെ 7 പൈപ്പുകളുടെ സഹായത്താലാണ് എന്റെ അനുജനെ പുറത്തു കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ചൊറി മാറിയതോ പനി മാറിയതോ അല്ല, മരിച്ചവനെ ജീവിച്ച സാക്ഷ്യമാണ് ഇന്ന് പകൽക്കാലം പറയാനുള്ളത്. നിന്റെ ജീവിതത്തിനകത്ത് മഹലിൽ യായിറോസിന്റെ വീട്ടിൽ യേശു ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഉറങ്ങാതെ മരിച്ച പെൺകുട്ടി, ഹല്ലേലൂയ, യായിറോസ് എന്ന ആ പള്ളിപ്രമാണി 286 യഹൂദ സഭകളുടെ സെൻട്രൽ സെക്രട്ടറി ആയിരിക്കുന്ന സിനാഗോഗയുടെ സെൻട്രൽ സെക്രട്ടറി യായിറോസ് എന്ന യേശുവിന്റെ അയൽക്കാരൻ, കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് കിട്ടിയ ഒരു കുട്ടിയാണ് ഈ പെൺകുട്ടി. അവൾക്ക് ഇപ്പോൾ 12 വയസ്സായി. യേശുവിനെ അപ്പനില്ലാത്ത മകനെന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരിച്ചു. അല്ലെ മാർക്കോസ് 5:35 വാക്യം. ആമകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിന്റെ വീട്ടിൽ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തുന്ന എന്തിന്? യേശു നടന്നു. നടന്നവന്റെ വീട്ടിലെത്തി. ഉറങ്ങുന്ന പെൺകുട്ടിയെ പിടിച്ചിട്ട് പറഞ്ഞു, ഹരീതാ കുമി ബാലെ, നീ എഴുന്നേൽക്കുക. യേശു നമ്മുടെ വീട്ടിനകത്ത് വന്നാൽ മരിച്ച ചിലതിന് ജീവൻ വരും. മരിച്ച പ്രാർത്ഥനയ്ക്ക് ജീവൻ വരും. മരിച്ച അനർത്ഥങ്ങൾ മാറി നന്മകൾ വരും. മരിച്ച സകലത്തിനും ജീവൻ വരുത്തുന്ന സ്വർഗത്തിലെ ദൈവം സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമുള്ള ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ മകന്റെ, എന്റെ അനുജന്റെ വിടുതൽ കണ്ട് എന്റെ അമ്മ വിശ്വാസിയായി മാറി. അങ്ങനെ മാതാവ് ബൈബിൾ പിടിക്കുന്നു. എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മേശപ്പുറത്തൊരു ബൈബിൾ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എവിടുന്ന് കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി. അമ്മയുമായി സംസാരിക്കുമ്പോൾ അനുജന്റെ വിടുതലിനെ കുറിച്ച് മനസ്സിലാവുകയും അവളുടെ അവിടത്തെ പ്രാർത്ഥന ഇവിടെ ഫലമായി. ഇന്ന് പകൽക്കാലം ഓർക്കുന്നവരെ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ ജനിച്ചവരാകട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് പ്രാർത്ഥിക്ക്. എവിടെയാണോ നിങ്ങളുടെ വിഷയം അവിടെ വചനം അയച്ച് വിടുവിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നമ്മുടെ ദൈവം ഉപ്പ ദൈവമല്ല, അവൻ വിടുവിക്കുന്ന സത്യദൈവം. ഹല്ലേലൂയ. അങ്ങനെ എന്റെ മാതാവിന്റെ അമ്മയല്ലേ സാക്ഷ്യം ഭാര്യ കേൾക്കുന്നു. അന്ന് തൊട്ട് അവൾക്കൊരുറപ്പായി, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ എല്ലാവരും ദൈവത്തെ അറിയാനിടയാകും. അന്ന് അവളുടെ വീട്ടിൽ എതിർത്ത 18 അംഗങ്ങളുള്ള വീട്ടിൽ അവളുടെ ഒരു സഹോദരി ഒഴിച്ച് ബാക്കി എല്ലാവരും പിന്നത്തേതിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരും ശുശ്രൂഷക്കാരുമായി മാറുവാനിടയായി. അങ്ങനെ എന്റെ ഭാര്യ അമ്മയോട് പിന്നെ ചർച്ചകളിലൊക്കെ പോയി തുടങ്ങി. ആരാധനയ്ക്ക് പോകും. അമ്മ മരിച്ചതിന് വിധവയായ അമ്മ, അച്ഛൻ മരിച്ചതിന് അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്. അമ്മയോട് മറുചോദ്യം ചോദിക്കാനുള്ള ആംബിയറ എനിക്ക് അന്നില്ല, ഇന്നുമില്ല. ഇപ്പൊ അമ്മ മരിച്ചുപോയി. അപ്പോ അങ്ങനെ ഇവര് സുസൂടിക്ക്, ഇവർ രണ്ടുപേരും ആരാധനയ്ക്കൊക്കെ പോകും. ഞാൻ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ നടക്കുന്നു, ഇവർ ആരാധനയ്ക്ക് പോകുന്നു. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ ഞാൻ വളരെ ക്രിട്ടിക്കലായി. അങ്ങനെ 99 ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് നിവൃത്തിയില്ലാതെ കടബാധ്യതയൊക്കെ വരുമ്പോൾ ഞാൻ മരിക്കാനിടയായി. അപ്പൊ ഇവർ പോകുന്ന സഭയിൽ നിന്ന് പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. അപ്പൊ ഇവര് വരുമ്പോ ഞാൻ ഒളിച്ചു കളയും. അങ്ങനെ ഒളിച്ചൊഴുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ ആലയത്തിൽ വരണം. ഞാൻ പറഞ്ഞു വരാം. അപ്പോ വരാം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഒരു ചിട്ടിയുണ്ട് ബാങ്കിൽ, ആ ചിട്ടി ലോൺ അടിച്ചാ വരാം. അപ്പോ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ചിട്ടി ആ നമ്പർ അടിക്കുകയും ചെയ്തു. അപ്പൊ എന്റെ ഭാര്യയായിട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരൂല. 30 പേർക്ക് നറുക്കെടുക്കുമ്പോൾ ഒരാളിന് അടിക്കൂലേ? അങ്ങനെ അടിച്ചു. അത് യേശുവിന്റെ കൃപയൊന്നും അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിലൊരു രൂപ ചെലവാക്കാൻ പറ്റാതെ അന്ന് മുതൽ എന്നെ കടബാധ്യതയിൽ ദൈവം പിടിച്ചു. കാരണം ബൈബിളിനകത്ത് പറയുന്നില്ല, ആകെ നിൽക്കുന്നു തോന്നവൻ വീഴാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളട്ടെ. എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. കടമില്ലെന്നുള്ള അഹങ്കാരം, ശരീരം നല്ലതെന്നുള്ള അഹങ്കാരം, സൗന്ദര്യം ഉണ്ടെന്നുള്ള അഹങ്കാരം, അതിനെല്ലാം ദൈവം മറിച്ച് ഒന്നുമില്ലാത്ത ശൂന്യമാക്കി. ഈ ശുശ്രൂഷയ്ക്കകത്ത് പഠിത്തമോ മിടുക്കമോ സ്വന്തം കഴിവോ ഒന്നും ഒരു വിഷയമല്ല, ദൈവകൃപ മാത്രമാണ് വിഷയം. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഭാര്യ പറഞ്ഞ ഞാൻ പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവസാനം കടം കയറി 99 ഞാൻ വിഷം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇവരാരും അറിയാതെ ഞാൻ വിഷം കഴിക്കാനുള്ള ശ്രമത്തിനിടയിൽ അന്ന് രാത്രി യേശുവിനെ ഞാൻ മുഖാമുഖം കാണുവാനിടയായി. കർത്താവിന്റെ ദാസനെ കാണുന്നത് പോലെ ഒരു രാത്രി എന്റെ തലയ്ക്ക് മീതെ ഒരു കൈ വന്ന് പതിച്ചു. ഞാൻ വെച്ച് ഭാര്യയായിരിക്കും. ഭാര്യ അടുത്ത മുറിയിലാണെന്ന്. ഞാൻ ലേറ്റായി വന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ്. വിഷമെല്ലാം സംഘടിച്ചു വെച്ചിരിക്കുകയാണ്.
അങ്ങനെ എന്റെ തലയ്ക്കകത്ത് വെച്ച മീത വെച്ച കൈ ഒരു വലിയ കൈ, ഭാര്യയുടെ കൈയല്ല. ആ കൈ എന്തെന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു ശബ്ദം, എന്റെ കൃപ നിനക്ക് മതി. ജോലി ചെയ്തവരാരും പറഞ്ഞില്ല, അളിയന്മാര് പറഞ്ഞില്ല, എന്റെ സഹോദരങ്ങൾ പറഞ്ഞില്ല, ബന്ധുക്കൾ ചാർച്ചക്കാർ പറഞ്ഞില്ല. പക്ഷെ ദൈവാത്മാവിൽ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറഞ്ഞു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. നോക്കണം, ഇന്ന് ഞാൻ ചെയ്ത് എന്റെ ബന്ധുക്കൾക്ക് ഞാൻ അത്ഭുതമാണ്. ഏത് രീതിയിൽ നടന്നയാള്, എങ്ങനെയാ, പക്ഷേ ഇന്ന് ശുശ്രൂഷക്കാരൻ. എന്റെ ചാർച്ചക്കാർക്ക് ഞാൻ അത്ഭുതമായി, എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ അത്ഭുതമായി, എന്റെ ഭാര്യ വീട്ടുകാർക്ക് ഞാൻ അത്ഭുതമായി, എന്റെ കൂടെ ജോലി ചെയ്തവർക്ക് ഞാൻ അത്ഭുതമായി. ഇന്ന് ഞാൻ ഹൃദയത്തിനകത്ത് തട്ടിപ്പറയട്ടെ, ഇന്ന് ഞാൻ എനിക്ക് തന്നെ ഒരു അത്ഭുതമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുത പരതന്ത്രമാക്കുന്ന സ്വർഗത്തിലെ ദൈവം. നിങ്ങൾ ആരായാലും ആശ്രയിക്ക്, ദൈവം വിടുവിക്കും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം വിശ്വാസത്തിലോട്ട് വന്നു ഈ പറഞ്ഞ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ ദിവസങ്ങൾ പിറ്റേന്ന് രാവിലെ എണീറ്റ് ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാനും കൂടെ വരികയാണ് പള്ളിയിൽ. ഭാര്യയ്ക്ക് പേടി, പള്ളിയിൽ ഒന്ന് വഴക്കുണ്ടാക്കാനാണോ അടിയുണ്ടാക്കാനാണോ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെന്നെ കൂടെ കൊണ്ടുപോയി. ഞാൻ ചർച്ചിലിരിക്കുമ്പോൾ പള്ളിയിൽ ഒരു സെക്രട്ടറി, അവിടുത്തെ ഇത്തിരി മസിൽ വീരന്മാരൊക്കെ 4 വശം കവർ ചെയ്യാണ്, കാരണം അടിയുണ്ടാക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ ഞാൻ കരയാണ്, യഥാർത്ഥ മാനസാന്തരത്തിന്റെ അവസ്ഥയിൽ. അങ്ങനെ ഞാൻ വിശ്വാസിയായി 3 മാസത്തിനകത്ത് ഞാൻ ശുശ്രൂഷകനായി. അങ്ങനെ ദൈവം തന്ന അവസരങ്ങളിൽ ഞാൻ പല സ്ഥലങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോകാനിടയായി. അങ്ങനെ ശുശ്രൂഷകനായപ്പോൾ പി വി ആചാര്യൻ താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. പി വി ആചാര്യ ഉപദേശി നെയ്യാറ്റിൻകരയിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കണം എന്ന് ചട്ടം കെട്ടി അന്ന് ഞാൻ പ്രവർത്തിക്കുന്ന സമുദായം എന്നെയാണ് ഏർപ്പാട് ചെയ്തത്. കാരണം അതേ സമുദായത്തിലുള്ള ആളാണല്ലോ, അകന്ന ബന്ധത്തിലുമുള്ള ആളാണല്ലോ. അതുകൊണ്ട് നെയ്യാറ്റിൻകര മുനിസിപ്പൽ ഗ്രൗണ്ടിൽ അദ്ദേഹം ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കണമെന്നുള്ള ലാക്കിൽ അതിന്റെ ആയുധങ്ങളും ഒക്കെ ആയി സജ്ജമായി നിൽക്കുമ്പോൾ അവിടെ പ്രസംഗിക്കുന്ന ആചാര്യ പെട്ടെന്ന് വിളിച്ചു പറയണം, എന്നെ കൊല്ലാൻ നടക്കുന്ന ഇന്ന പാർട്ടിക്കാരാ, ചുണയുണ്ടെങ്കിൽ ഫ്രണ്ടി വാടാ. ശരിക്കും അതെങ്ങനെ പറഞ്ഞു എന്നറിയില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയൊക്കെ അറിഞ്ഞു കാണും, പ്രശ്നമാകും. അതുകൊണ്ട് മാനമായി നിന്നു. പക്ഷെ ഒടുവിൽ അദ്ദേഹം മരിക്കുമ്പോൾ ഞാൻ ആ കല്ലറയിൽ ചെന്നിരുന്ന് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ, എന്നെ ശുശ്രൂഷകനാക്കുന്നുവെങ്കിൽ വെറും വചനം പറഞ്ഞിട്ട് പോകുന്നവനാകരുത്. ഈ ആശാരിക്ക് കൊടുത്ത ആത്മാവിന്റെ ഇരട്ടി പങ്ക് നീ എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. അദ്ദേഹത്തിന്റെ സഭയിലൊക്കെ ശുശ്രൂഷിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യ പോലും പറഞ്ഞു, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശൈലി നിനക്കാണ് കിട്ടിയ, മക്കൾക്കല്ല എന്നോട് പറയാനിടയായി. മടങ്ങി വരാം. അപ്പൊ അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചു. മുഖം നോക്കാതെ ദൈവം തരുന്ന കാര്യങ്ങൾ, ദർശനവും വെളിപ്പാടും ഒക്കെ പറഞ്ഞു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറെ കാലത്തിന് മുമ്പ് തമിഴ്നാട്ടില് ഒരു ശുശ്രൂഷയ്ക്ക് പോയി. ഒരു 7 വർഷത്തിന് മുമ്പ്. അവിടെ കഴുവന്തിട്ട എന്നാണ് സ്ഥലം, കഴുവന്തിട്ട തമിഴ് പറയും. അങ്ങനെ ആ സ്ഥലത്ത് പോയി ശുശ്രൂഷിക്കുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. അവരുടെ തലയിൽ കൈവച്ചിട്ട് ദൈവാത്മാ പറഞ്ഞു, വരുന്ന വർഷം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരും. പ്രാർത്ഥന ശക്തമായി എല്ലാവരും സൈലന്റായി. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, പെട്ടെന്ന് ആരാധന നിർത്താൻ പറഞ്ഞു. ആരാധന ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ തന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, പെട്ടെന്ന് കയറിപ്പോകാൻ പറഞ്ഞു, പെട്ടെന്ന് ബൈക്കിൽ വീട്ടിൽ പോകാൻ. ഞാൻ എന്തെന്ന് ചോദിച്ചു. അതേമാതിരി രാത്രി നിൽക്കണ്ട, ഞാൻ എന്ത് കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കുഞ്ഞു കിട്ടുമെന്ന് പെൺകുട്ടി യൂട്രസ് റിമൂവ് ചെയ്തിട്ട് 2.5 മാസമേ ആയിട്ടുള്ളൂ എന്ന് പറയാനിടയായി. ആകപ്പാട് സങ്കടമായി. ഞാൻ അതേമാതിരി പെട്ടെന്ന് പോകാൻ അങ്ങനെ എന്നെ ഒരു ഇടവഴിയിലൂടെ പുറത്തു ഉണ്ടാക്കി വണ്ടി കയറാൻ പോയപ്പോൾ ആ പെൺകുട്ടിയുടെ സഹോദരൻ വന്ന് എന്റെ ഉടുപ്പിൽ പിടിച്ചു, കോളറിൽ പിടിച്ചു, തള്ളി ചവിട്ടി വണ്ടിയുടെ മീതെ കൂടെ ഇട്ടു. ഞാൻ രാത്രി വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവം പറയാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണിത്, എനിക്കിങ്ങനെ എന്നെ ഉച്ചാക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞല്ലേ ക്രിസ്തീയ വിശ്വാസം എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനിരിക്കുന്ന കണ്ടുകൊള്ളുന്നത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മ പറഞ്ഞു, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. അങ്ങനെ അതോട് സങ്കടപ്പെടുന്നു. പിന്നത്തെ ഞാൻ വിദേശത്തൊക്കെ പോയി. ഈ എന്റെ അമ്മ മരിക്കുന്നു 2023. അങ്ങനെയാണ് ഞാൻ മടങ്ങി വരുന്നത്. ശുശ്രൂഷയ്ക്കായി പോയി വന്ന് നിൽക്കുന്ന സമയം അങ്ങനെ ഞാൻ എത്തി. ചില നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് അവരെന്നെ പലപ്പോഴും അവർ അന്വേഷിച്ചു വരുമ്പോഴേക്ക് എന്റെ ഫോൺ നമ്പറൊക്കെ മാറിപ്പോയി. പക്ഷെ അവരിപ്പോ എന്ത് പറ്റിയെന്നറിയാമോ? അതേ പെൺകുട്ടി അടുത്ത വർഷം ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കാനിടയായി. പ്രൈസ് ലോർഡ്. അവർക്ക് യൂട്രസ് ഇല്ല. എങ്ങനെ പ്രസവിച്ചു എന്ന് കർത്താവിന്റെ അത്ഭുതം. നോക്കണമേ, അവർ കുഞ്ഞിന് 6 വയസ്സായിരിക്കുന്നു. അടുത്ത മാസം മറ്റോ എന്റെ ബർത്ത്ഡേ ആണ്. എന്നെ അവർ വിളിച്ചിട്ടുണ്ട്, ഞാൻ മടങ്ങി വരാം. അപ്പൊ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അങ്ങനെ ശുശ്രൂഷ ആരംഭിക്കുന്നു. വിഷയങ്ങൾ, പ്രശ്നങ്ങള്, മക്കളുമായി ഇറങ്ങി. 2 മക്കൾ, 4.25 വയസ്സ് 1.25 വയസ്സുള്ള മക്കളുമായി വിശ്വാസ നിമിത്തം വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച അവസ്ഥയിൽ വെളിയിലായി. ബന്ധുക്കൾ ചാർച്ചക്കാർ എതിരായി മാറി. അങ്ങനെ ഉപ്പുമാവ് ക്രിസ്ത്യാനി എന്ന പേരും കിട്ടി. കാരണം അമേരിക്കയിൽ നിന്ന് പണം വരുന്നുവെന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. ബാക്കി ഞാൻ വിശദീകരിക്കണ്ടല്ലോ. സ്തോത്രം.
മാറാം. അങ്ങനെ നേരെ വാടക വീട്ടിൽ താമസിക്കുന്നു. വാടക വീട്ടിലാണെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് വലിയ പൈശാചിക ബന്ധനമുള്ള സ്ഥലം. അതുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും താമസിപ്പിച്ചാലേ ശരിയാകൂ എന്ന് പറഞ്ഞ് ഉടമസ്ഥൻ മാറി താമസിക്കുന്ന കാലം. അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ രാത്രിയൊക്കെ മുകളിലൂടെ, ടെറസിന് മുകളിലൂടെ ആള് നടക്കുന്ന സമയം ആ വാതിലൊക്കെ തട്ടി പിശാചി പ്രശ്നം ഉണ്ടാക്കുന്ന സമയം പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങളൊക്കെ മാറി. വാടക വീട്ടിൽ കിടക്കുമ്പോഴും വായ്പ വാങ്ങാൻ ഇട വരികയില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴും പലിശക്കാരും ഒന്ന് അന്വേഷിക്കുന്നു, വാതിൽ തട്ടുന്നു, അസഭ്യം പറയുന്നു. ഇന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് അല്ലെ, നിങ്ങൾക്ക് പലർക്കും ഇല്ലേ കടം, നിങ്ങൾക്കില്ലേ പ്രശ്നങ്ങൾ, നിങ്ങൾ ഈ പാട്ട് പാടാറില്ലേ, വായ്പ വാങ്ങാൻ ഇട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും, ഉയർച്ച തന്നെ പ്രാപിക്കും. പിന്നെ എന്താ നമ്മൾ പാടുന്നത്? നമുക്ക് ക്രിസ്തുവിൽ ഒരു പ്രത്യാശ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം എന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും, എന്റെ പ്രതികൂലം മാറ്റും, എന്റെ രോഗം മാറ്റും, എന്റെ കടഭാരം മാറ്റും. അങ്ങനെ ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് വാടകയ്ക്ക് വരികയാണ്. വന്നല്ലോ, അവിടെ ഇരിക്കുന്നു. വാടക വീട്ടിലിരിക്കുമ്പോൾ ഞാനായിരിക്കുന്ന സഭയിൽ 21 ദിവസം ഉപവസിക്കുകയാണ്. ആദ്യത്തെ ഉപവാസമാണ്. ജീവിതത്തിൽ ഉപവാസം എന്തെന്നറിയില്ല. അങ്ങനെ 2004 ഉപവസിക്കുകയാണ്. അങ്ങനെ ഉപവസിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ദൈവാത്മാവ് പറഞ്ഞു, നീ വിശ്വസ്തനാകയാൽ ഞാൻ നിന്നെ മാനിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആരും അറിയാത്തവരായിരിക്കാം. ഏതോ ഇരുണ്ട മൂലയിൽ നിന്നായിരിക്കും ഇത് കേൾക്കുന്നത്. ദൈവത്തിന് പ്രശസ്തരെയല്ല ആവശ്യം, വിശ്വസ്തരെയാണ് ആവശ്യം. നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ കാര്യസ്ഥനാക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ ആയിരിക്കും. ദൈവം പറഞ്ഞു, നീ വിശ്വസ്തനാകയാൽ ഞാൻ നിന്നെ മാനിക്കും, നിനക്ക് ആ റോഡിന്റെ സൈഡിൽ വീട് തരും. കാരണം പഴയ വീട്ടിനകത്ത് താമസിക്കുമ്പോൾ ചർച്ചിൽ പോയിട്ട് വരുമ്പോൾ ബന്ധുക്കൾ, ചാർച്ചക്കാർ വഴിയടയ്ക്കും. 1.25 വയസ്സുള്ള മകനെയും കയ്യിൽ വെച്ചുകൊണ്ട് ചാടി വരുന്ന അവസ്ഥ അറിയാം. എന്റെ ഭാര്യ തമിഴ്നാട്ടിൽ സ്പോർട്സ് കോട്ടയിൽ പഠിച്ചത് കൊണ്ട് അവൾക്ക് ലോങ് ജമ്പ് ഒക്കെ, പക്ഷെ എന്നെ കൊണ്ടത് പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും കിടക്കുന്ന ഞങ്ങളോട് പറയുന്നു, റോഡിന് സൈഡിൽ വീട് തരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഉപവാസ സമയത്ത് 21 ഉപവാസം കഴിഞ്ഞ് ചോറ് തിന്നാൻ ഒരുങ്ങുമ്പോൾ എന്റെ ഫോണിലേക്ക് ഒരു കോൾ. അതേ പറഞ്ഞ ചെങ്ങന്നൂർ റോയിയാണ്. ഞാൻ പറഞ്ഞത് ചെങ്ങന്നൂർ നമ്പറിൽ അല്ല, ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു അസുഖമുണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ ഈ 21 ഉപവസിച്ചത് വചന വെളിപ്പാടിന് വേണ്ടി, രോഗസൗഖ്യവരത്തിന് വേണ്ടി, അന്യഭാഷയുടെ കൃപാവരത്തിന് വേണ്ടി, പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ ഈ 21 ഉപവസിച്ചത്. ആ സമയത്തുള്ള ഉപവാസം കഴിഞ്ഞ രാത്രിയിലാണ് ഈ വിഷയം. ഭക്ഷണം കഴിക്കാൻ എടുത്തു വച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ റോയ് പറഞ്ഞു, എനിക്കൊരു അസുഖമുണ്ട്, പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് പറഞ്ഞു, പറ, ബ്ലഡ് ക്യാൻസർ എന്ന് പറയാൻ എനിക്ക് മടി. കാരണം എനിക്ക് അങ്ങനെയുള്ള പ്രവചനം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലമായിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ദൈവാത്മാവ് പറ, എനിക്ക് പറയാൻ മടി. പറ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബ്ലഡിൽ ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതൊരു ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഞാൻ പറയാനിടയായി. ഈ സമയത്ത് അദ്ദേഹം മിണ്ടുന്നില്ല. എന്തെങ്കിലും എന്നെ വഴക്ക് പറയുമോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്ലഡ് ക്യാൻസർ ആണ്, എനിക്ക് കാനഡയിലേക്ക് പോകണം, ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ അബുദാബിയിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ. നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ആരാണ് നമ്പർ കൊടുത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. ഇപ്പോഴും എനിക്കറിയില്ല ആരാണ് ഈ നമ്പർ കൊടുത്തതെന്ന്. അങ്ങനെ അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഉപവാസം കഴിഞ്ഞെടുത്ത ഭക്ഷണം മാറ്റി വെച്ച് വീണ്ടും 3 ദിവസം കൂടെ ഉപവസിച്ചു എന്നുള്ളതാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ഉപവസിച്ചു. നമ്മുടെ ജോസഫിനെ അപ്പൻ പറഞ്ഞയച്ച എന്താണ്? നിന്റെ സഹോദരങ്ങൾ ശേഖേമിലുണ്ട്, അവിടെ കൊണ്ട് ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞയച്ചത്. 60 മൈൽ എത്തിയപ്പോഴാണ് അറിയുന്നത് സഹോദരങ്ങൾ അവിടെ ഇല്ല. ആരോട് ചോദിച്ചപ്പോ ദോതാനിലുണ്ട്. അവിടുന്ന് വീണ്ടും 8 മൈൽ നടന്നാലേ ദോതാനിലെത്തൂ. അപ്പൻ പറഞ്ഞ ശേഖേമിൽ പോകാനാണ്. പക്ഷേ ഇദ്ദേഹം പോയത് 8 മൈൽ കൂടെ നടന്നു. എന്തിന്? അപ്പന്റെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പന്റെ ഇഷ്ടം ചെയ്യുവാൻ അല്പം നടന്നാൽ തൽക്കാലം ഒരു കുഴി, കിണർ വന്നാലും അത് കൊട്ടാരമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. അങ്ങനെ കുഴിക്കകത്ത് വീണു. ഇവിടെ ഞാൻ അപ്പൻ പറയാതെ 3 ദിവസം കൂടെ ഉപവസിച്ചിട്ട് ഞാനും ഭാര്യയും പ്രാർത്ഥിച്ചു. ഈ ബ്ലഡ് ക്യാൻസറിന്റെ ബ്ലഡ് അബുദാബി അഹല്യ ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്. തിങ്കളാഴ്ച കൊടുത്തു കഴിഞ്ഞ ആ ബ്ലഡ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ റിസൾട്ടിന് പോകുമ്പോൾ വർഷങ്ങളായിരുന്ന അയാളുടെ ബ്ലഡ് ക്യാൻസർ സ്വർഗത്തിലെ ദൈവം മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വരുന്നത് അനുജന്റെ വിടുതൽ മനസ്സിലാക്കി ഭാര്യയുടെ രഹസ്യ പ്രാർത്ഥന. പക്ഷേ ഞാൻ ശുശ്രൂഷകനാകുന്ന പനി മാറിയിട്ടോ ചൊറി മാറിയിട്ടോ അല്ല. ബ്ലഡ് ക്യാൻസർ സ്വർഗത്തിലെ ദൈവം മാറ്റിക്കൊടുത്തിട്ടാണ്. ശരീരമുണ്ടാക്കിയ ദൈവം, ശരീരഭാഗങ്ങളുടെ കുഴപ്പമറിയുന്ന ദൈവം, അന്തരിന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവം, അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ, അങ്ങനെ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് സാധാരണ
വിശ്വാസിയെങ്കിൽ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ സ്തോത്രക്കാഴ്ച സഹായിക്കുന്നത്. ഇദ്ദേഹം പിറ്റേ ദിവസം രാവിലെ വസ്തു വാങ്ങാൻ ഞാനൊരു ദിവസം ഒരു കനാലിന്റെ സൈഡിൽ കൂടെ പോയാണ് ഈ ഉപവാസത്തിന് മുമ്പ്. അങ്ങനെ കനാൽ എന്ന് പറയാം, ചാനൽ എന്ന് പറയും കനാല്. ഈ കനാലിന്റെ സൈഡിൽ റോഡ് വഴിയൊന്നും കാണില്ലല്ലോ, വളരെ ഒരാളിന് നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. ആ വഴിയിലൂടെ പോകുമ്പോൾ ദൈവാത്മ പറഞ്ഞു, ഈ ഭൂമിയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. 13 ശവക്കല്ലറകൾ നിറഞ്ഞ ഒരു കുഴിയുള്ള പ്രദേശമാണ്. പക്ഷെ ഞാൻ പണ്ട് ദൈവാത്മ പറഞ്ഞ റോഡ് തരാമെന്നാണ്. പക്ഷെ ഇപ്പൊ ഈ സ്ഥലം ഞാൻ പറഞ്ഞു, കർത്താവേ ഇത് തന്നാൽ പണ്ട് റോഡല്ലേ പറഞ്ഞ. അപ്പൊ ദൈവാത്മ ഇപ്പൊ നീ സമ്മതിക്കുക, എല്ലാം നന്മയ്ക്കായി മാറും. അങ്ങനെ ഈ മനുഷ്യൻ ആ കുറച്ച് ആരും ഉപയോഗിക്കാത്ത ഭൂമിയും കല്ലറകൾ 13-ലധികം ഉള്ള ഒരു ഭൂമിയാണ്. അത് ഇട്ടിട്ട് അവർ പോയി കുറഞ്ഞ വിലയ്ക്ക് വിറ്റു. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ കനാലുകളുടെ ഒരു വശം എന്നായാലും റോഡായി മാറും. ഞാൻ എന്ന് ഭൂമി വാങ്ങിയോ അതിന്റെ പിറ്റെന്ന് ആ വസ്തു റോഡായി മാറാനിടയായി. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവന് വേണ്ടി സകലവും അനുകൂലമാക്കുന്ന ദൈവം. മോശ ഒരുത്തനുള്ളത് കൊണ്ടാണ് അവിടെ അവന്റെ അമ്മയ്ക്ക് ശമ്പളം കിട്ടിയത്. ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് കളഞ്ഞ മകനാണ് മോശ. പക്ഷെ അവനെ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, പാല് കൊടുത്തതിന് ശമ്പളവും കിട്ടിയെന്നാണ്. സ്തോത്രം. ലോകത്ത് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സ്വന്തം മകന് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടിയ അമ്മയുണ്ടെങ്കിൽ അത് മോശ മാത്രമേ ഉള്ളൂ. സ്തോത്രം. മോശയ്ക്ക് പാല് കൊടുക്കുന്ന സമയത്ത് തന്റെ സഹോദരൻ അഹരോനും പിന്നെ 6 വയസ്സ് മൂത്ത മിരിയാമുണ്ട്. അവിടെ കാലഘട്ടത്തിൽ വെള്ളത്തിടുന്ന നിയമം ഇല്ല. പക്ഷെ അവസാനം രാജകുമാരി വീട്ടിലേക്ക് നോക്കി വന്നപ്പോ രഥം പോകാത്ത വഴിയായിരിക്കും, അവിടെ റോഡായി കാണും. വീട്ടിൽ വന്നപ്പോ വീട് നല്ലതല്ല, നല്ല വീട് കൊടുത്ത് കാണും. നോക്കണം, അവിടെ പഞ്ചായത്ത് ഉൾപ്പെടുത്തി കാണും. കറണ്ട് ഇല്ല, കറണ്ട് കൊടുത്ത് കാണും. വന്നപ്പോ ഫുഡ് നല്ലതല്ല, പഴം കഞ്ഞി കുടിക്കുന്ന വീട്ടിൽ നല്ല പാലക്കാട് മട്ട കൊടുത്ത് കാണും. പിന്നെ ബൂസ്റ്റും അമൂലും ഒക്കെ കൊടുത്ത് കാണും. ഇത് അവൻ മാത്രമാണോ കഴിച്ചത്? മൂത്ത ചേച്ചിയും കഴിച്ചു, അഹരോനും കഴിച്ചു, ബാക്കി അപ്പനും അമ്മയും കഴിച്ചു. കൃപയുള്ള ഒരുത്തൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ സകലവും നന്മയാക്കി മാറ്റുന്ന ദൈവം. ആമേൻ. സങ്കീർത്തനം 23:6 നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നീ നന്മയുടെ പുറകെ പോണ്ട, അത് നിന്റെ പുറകെ വരും. നീ വിശ്വത്തോടെ നിൽക്ക്. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ഇഫ് യു സ്റ്റാൻഡ് ഡയറക്റ്റ് വൈ ഡു യു ബോദർ അബൌട്ട് ദ ഷാഡോസ്. നിൽക്കുന്ന നേരെയാണെങ്കിൽ നീ എന്തിന് നിഴലിനെ കുറിച്ച് പേടിക്കണം? പക്ഷം പിടിക്കാതെ, ഒരു പക്ഷം ചേരാതെ, ആരെങ്കിലും ഇകഴ്ത്താതെ നീ ദൈവത്തിൽ മാത്രം നോക്കി ജീവിക്ക്. നിനക്ക് ആവശ്യമായത്, നിന്റെ തലമുറയ്ക്ക് ആവശ്യമായത്, നിന്റെ സുതൂരയ്ക്ക് ആവശ്യമായത്, ഹല്ലേലൂയ, നിന്റെ സന്താനത്തിന് ആവശ്യമായത് സകലവും തരുവാൻ എന്റെ ദൈവം മതിയായവൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ ഭൂമി കിട്ടുന്നു. അതിനകത്ത് താമസം ആരംഭിച്ചു. അങ്ങനെ 2 മുറി മാത്രമുള്ള അത് വെച്ചിട്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുകയാണ്. വലിയ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങള്, നമ്മൾക്ക് പലപ്പോഴും പൗലോസ് പറഞ്ഞ പോലെ പലപ്പോഴുള്ള ആപത്തുകള്. അവിശ്വാസി എന്നുള്ള ആപത്ത് കുഴപ്പമില്ല, അറിയാത്തവന് കുഴപ്പമില്ല, സ്വന്തം സഹോദരന്മാർ വരുന്ന ആപത്താണ് സഹിക്കാൻ വയ്യാത്ത ആപത്ത്. ഹല്ലേലൂയ. അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, കള്ളത്തനങ്ങളും, കൂടെ നിൽക്കുന്നവർ പ്രൈസലോട് പറഞ്ഞ് കൂടെ സ്റ്റേജിലിരിക്കാൻ ആഗ്രഹിക്കുന്നവർ വേദികൾ മുടക്കാൻ ശ്രമിച്ചു, സമുദായം പറഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും അനുഭവിച്ചു. ദൈവനാമത്തിന് അതൊക്കെ നാം വിടുന്നു. അല്ലെങ്കിൽ അങ്ങനെ സങ്കടങ്ങളും പ്രയാസങ്ങളും ആയിരിക്കുമ്പോൾ 2006 നവംബർ 20 വിദേശയാത്ര പോകാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി. വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ലേ വിദേശത്ത് സൂക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ ദൈവത്തിന്റെ വാക്തത്വത്തിന് കാത്തിരിക്കാതെ പെട്ടെന്നൊരു വിസ ഞാൻ തന്നെ സംഘടിപ്പിച്ച് വേഗത്തിൽ പോകാനിടെ അനുജന്റെ ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയുടെ കടബാധ്യത എന്നെ പിന്തുടരുന്ന കാലം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ജോലിക്കായി പോയി. എന്റെ ഈ പറഞ്ഞ 7 സെന്റ് വസ്തുവും ഭൂമിയും ഞാൻ ഒരു ബാങ്കിൽ പണയപ്പെടുത്തി വിദേശയാത്രയ്ക്ക് പോവുകയാണ്. അങ്ങനെ അവിടുത്തെ ശുശ്രൂഷയൊക്കെ ആയിരിക്കുമ്പോൾ 16 മാസം കഴിയുമ്പോൾ 2008 ഫെബ്രുവരിയില് എന്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കുകയാണ്. കാരണം ഇത് 1 വർഷം കൊണ്ടെടുക്കുന്ന ലോണാണ്. അറിഞ്ഞില്ല, ഞാൻ വിചാരിച്ചു 5 വർഷമാണെന്ന്. അങ്ങനെ ലോൺ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. ഭാര്യ കരഞ്ഞു പറഞ്ഞു, ഞാൻ എത്തുകയാണ്. 2 വർഷം കഴിഞ്ഞ് വരാൻ പോയ ഞാൻ എത്തുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ചാൽ നന്മ നമ്മുടെ ഭവനത്തിൽ എത്തുമെന്ന് പറയാനുള്ള ഉദാഹരണത്തോടു കൂടിയാണ് തുടരുന്നത്. അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നു. ജപ്തി നോട്ടീസ് ഒട്ടിക്കുകയാണ്. തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് നിങ്ങളുടെ വീട് കണ്ടുകെട്ടിയിരിക്കുന്നു. ഫെബ്രുവരി മാസം 29 അപ്പോൾ 29 ഉണ്ട്. 2008 29 പൈസ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും. അങ്ങനെ വലിയ സങ്കടപ്പെട്ടു. ഞാൻ ആ ബോർഡ് എടുത്ത് ഈ പറഞ്ഞ കനാലിലും ഒഴുക്കി. നെയ്യാഡാമിൽ നിന്ന് വരുന്ന കനാലാണ്. അത് ഒഴുകി എവിടെ എത്തും? അങ്ങ് അറബിക്കടലിലെത്തും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബന്ധുക്കളെ അടുത്ത് പോയി. പല ബന്ധുക്കളും പറഞ്ഞു, നീ ക്രൈസ്തവനല്ലേ, പിന്നെ പൂജ ചെയ്ത് നടന്ന ആൾ അങ്ങോട്ട് പോയി ചോദിക്കാൻ പറഞ്ഞു. നേരെ ക്രൈസ്തവരുടെ അടുത്ത് വന്നപ്പോൾ ഒരു 3 മാസം CSI
വിശ്വാസിയായിരുന്നു. അപ്പൊ അവർ പലരും പറഞ്ഞു, ഇപ്പൊ വെള്ളവസ്ത്രധാരികളെ കണ്ട് അങ്ങോട്ടല്ലേ പോയി, അവരോട് ഇത് പറയാൻ പറഞ്ഞു. അങ്ങനെ നേരെ അവിടെ എത്തി. വെള്ളവസ്ത്രധാരികൾ പറഞ്ഞു ഇതൊക്കെ ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ സങ്കടമായി. 27, 28, 29 3 ദിവസം ബാക്കിയുണ്ട്. 29-ാം തീയതി വൈകുന്നേരം 3:30 മുമ്പ് ലോൺ അടച്ചു തീർത്തില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും. അങ്ങനെ ഏറ്റവും അവസ്ഥ. അപ്പൊ പഴയ വാടക വീട്ടിൽ തന്നെ പോകാമെന്നുള്ള അവസ്ഥയായി. 28, 29, 27, 28, 29 ഞങ്ങൾ ഉപവസിക്കാൻ തീരുമാനിച്ചു. ബൈബിൾ പറയുന്നല്ലോ, മത്തായി 17, 21 ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി, ഈ ജാതി പിശാച്, ഈ ജാത്യാലുള്ളത് നമ്മളെ വിട്ടുമാറുകയില്ല. സ്തോത്രം. അതുകൊണ്ട് വിട്ടാലും പണ്ടൊരു കരടി ഒഴുകി വന്നപ്പോ പുതപ്പെന്ന് പറഞ്ഞ ഒരാൾ കയറി പിടിച്ചു. പുതപ്പ് വലിച്ചിട്ട് കരയി വരുന്നില്ല. കരയുന്നവർ പറഞ്ഞു പുതപ്പ് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നീ കയറി വാ. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ വിട്ടിട്ട് ഈ പുതപ്പന്നെ വിടുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പിന്തുടർന്ന പാരമ്പര്യ ശക്തികള്, അത് ദേഷ്യത്തിലൂടെ ആവാം, കോപത്തിലൂടെ ആകാം, സംശയത്തിലൂടെ ആവാം, ജാരശങ്കയിലൂടെ ആകാം, അയൽവാസിയുടെ അതിലിറക്കത്തിലൂടെ ആകാം. നമ്മെ ഈ പ്രലോഭനത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന പിശാചിന്റെ തല തകരണമെങ്കിൽ ഉപവസിച്ചേ മതിയാകൂ. സ്തോത്രം. എന്റെ മകൻ സ്കൂളിലായിരിക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല, ഇറക്കി വിട്ടു. 3 ദിവസം പട്ടിണി കിടന്നപ്പോൾ 2006 ഞാൻ എവിടുന്നോ ചെന്ന് കടം വാങ്ങിച്ച് അവന്റെ ഫീസ് അടച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആകാരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടും അവൻ കഴിക്കാതിരുന്നപ്പോൾ അപ്പനായി എനിക്ക് സങ്കടം ഉണ്ടായെങ്കിൽ സ്വർഗത്തിലെ അപ്പന്റെ മുമ്പില് ആകാരം വെടിഞ്ഞിരുന്നാൽ എന്റെ അപ്പൻ അത് കേൾക്കാതിരിക്കുമോ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഈ വീട് ലോൺ പറഞ്ഞല്ലോ, 27-ാം തീയതി ഞാനും ഭാര്യയും കൂടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഏലിയാവിന് കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം. സത്യം പറഞ്ഞാൽ അന്ന് ആത്മീയ പക്വത ഇല്ലല്ലോ. ഏതെങ്കിലും കാക്ക കരഞ്ഞാൽ പോലും ഇറങ്ങി നോക്കും എനിക്ക് പണസഞ്ചിയുമായി വരുന്നോ എന്ന്. ഒരു കാക്കയും വന്നില്ല. വന്ന കാക്കെല്ലാം കറണ്ടടിച്ച് മരിച്ചു. ഒടുവിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാനും ഭാര്യയെ പ്രാർത്ഥിച്ചു. 27-ാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യയിലൂടെ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ ഭൂമി തന്നിട്ടുണ്ടെങ്കിൽ ശത്രു ഇതിലെ ഒരു മണ്ണ് തൊടുകയില്ല. ഹല്ലേലൂയ. 2 ദിവസമേ ബാക്കിയുള്ളൂ. നോക്കണമേ, അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ സകല ജഡത്തിന് ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? 3-ാം ദിവസം ഞങ്ങൾ 2 പേരുടെ ദൈവാത്മാവ് സംസാരിച്ചു. നിങ്ങളുടെ ആത്മികമായ കാര്യങ്ങൾ നടത്തി ദൈവമല്ലേ ഞാൻ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നടത്തി തരും. സ്വത്രം. അങ്ങനെ ഒരു ആശ്വാസമായി. അങ്ങനെ ആ 2008 ഫെബ്രുവരി മാസം 29-ാം തീയതി ആ വൈകുന്നേരം വരുന്ന ഒരു കാക്കയും വന്നില്ല. ഒരു അവസ്ഥയും വന്നില്ല. കർത്താവ് യേശുക്രിസ്തു ഉറങ്ങുന്ന ആ പടകിനകത്ത് തിര പൊങ്ങി പടക് മുങ്ങുമാറായപ്പോൾ ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ എന്റെ കർത്താവ് എണീറ്റ് കാറ്റിനെ ശാസിച്ചു. ഹല്ലേലൂയ. സത്യം പറഞ്ഞ ഇത് ആദ്യകാലം വായിക്കുമ്പോൾ ഞാൻ സംശയിച്ചു, യേശു എണീറ്റ് തിരമാലയല്ലേ ശാസിക്കേണ്ടത്? കർത്താവ് ശാസിച്ച കാറ്റിനെയാണ്. പിന്നെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, കാണുന്നൊരു തിരമാല അവിടെ ഉണ്ടാകണമെങ്കിൽ കാണാത്ത ഒരു കാറ്റുണ്ടാവണം. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിലെ ദാരിദ്ര്യം, നിന്റെ കുടുംബത്തിലെ രോഗം, നിന്റെ കേൾക്കുന്നവരുടെ കുടുംബത്തിലെ പ്രയാസങ്ങള് നീ കാണുന്നതാണ് ഇതെങ്കിൽ ഈ കാണുന്നതിന്റെ പിന്നിൽ കാണാത്ത ഒരു കാറ്റുണ്ട്. കാര്യത്തെ വിട്ടിട്ട് കാരണത്തെ ശാസിക്കുന്ന ഒരു കാരണഭൂതനായ ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നോക്കണമേ, സങ്കടങ്ങളും പ്രയാസങ്ങളുമായി വൈകുന്നേരമായി. ഏകദേശം 7 മണിയായി. 7 മണിയാകാൻ പോവുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഫോൺ വിളിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വാരി കെട്ടിക്കോ, നമുക്ക് പാടക വീട് ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ഒരു സാധനം എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ പൈസ അന്വേഷിച്ചു പോയ സമയങ്ങളിൽ ബാങ്കുകാർ പോലീസിനെയും കൊണ്ടുവന്നു. ഈ വീട്ടിൽ കിടക്കുന്ന മേശ, കസേര, ഉള്ള തുണി സ്റ്റാൻഡ്, പാത്രങ്ങളെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയി. കാരണം എടുത്ത പൈസക്ക് പലിശക്ക് തികയില്ല. അതുകൊണ്ട് വീട് ജപ്തി, അതിന് പലിശ തികയില്ല. അതുകൊണ്ട് ഇതാണ് സ്ഥാപന ജംഗമ വസ്തു എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ സകലവും കൊണ്ടുപോകാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇട്ടിരിക്കുന്ന ഉടുപ്പിട്ട് വെളിയിറങ്ങാൻ പറ്റൂ, വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ശരി, ഓക്കെ. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ ലോൺ എന്തായി? ഞാൻ പറയും, എന്താവാൻ, അതിങ്ങനെ നാളെ നമ്മൾ ഇറങ്ങാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റത്ത്. നീ TV ഉണ്ടോ? TV എന്റെ വീട്ടിൽ, അടുത്ത വീട്ടിൽ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ 7 മണി. അന്ന് 2008 ദൂരദർശൻ ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ ദൂരദർശൻ ട്രിവാൻഡ്രത്തിന്റെ വാർത്ത കേൾക്കാൻ ചെല്ലുമ്പോൾ അവിടെ ക്രിക്കറ്റ് കളിയാണ് കാണുന്നത്. ഞാൻ പറയും, ക്രിക്കറ്റ് ആണ് അത്. ക്രിക്കറ്റ് പ്രധാന വാർത്തയുടെ ഒടുവിലുള്ളതാണ്. ഈ പ്രധാന വാർത്ത ഒരിക്കൽ കൂടെ പറയും, പ്രധാന വാർത്ത എഴുതി കാണിക്കും, വീണ്ടും പറയും, ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിന്റെ അടിയിൽ, ടിവിയുടെ അടിയിൽ എഴുതി കാണിക്കുന്ന പ്രധാന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ അവിടെ എഴുതി കാണിക്കുകയാണ്, ഇങ്ങനെയാണ്. ആ കാലഘട്ടത്തിൽ വയനാടും കാസർഗോഡും
കർഷകന്മാർ കടം കയറി ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ UPA ഗവൺമെന്റ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു പുതിയ നിയമം, കേരളത്തിലെ MP മാർ പറഞ്ഞതനുസരിച്ച് ഒരു പുതിയ നിയമം ഡൽഹിയിൽ പാസ്സാക്കി. എന്താണെന്നറിയാമോ? 1 ലക്ഷം രൂപയ്ക്ക് താഴെ കാർഷിക ലോൺ എടുത്ത എല്ലാ ബാങ്ക് ലോണുകളും കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളി. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാനിരിക്കുമ്പോൾ മാർച്ച് 1-ാം തീയതിക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം, നീ വിശ്വസ്തയോടെ നിന്നാൽ നിന്റെ വീട്ടിനകത്ത് വരും നന്മ, നിന്റെ ഭവനത്തിനകത്ത് വരും. രോഗത്തിന്റെ അവസ്ഥ മാറ്റാൻ വരും, നിന്റെ ഉപജീവനത്തിൽ വരും, നിന്റെ സമ്പത്തിൽ വരും, നിന്റെ കുടുംബ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. നിന്റെ വാഹനത്തിൽ വരും. വിശ്വസ്ത പുരുഷൻ, അനുഗ്രഹ സമ്പൂർണൻ. ഹല്ലേലൂയ. അങ്ങനെ ലോൺ എഴുതിത്തള്ളി. ആ വീട്ടിലാണ് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സാക്ഷ്യം നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആ ലോൺ എഴുതിത്തള്ളുക. അങ്ങനെ എത്ര വിഷയങ്ങള്, വിഷയങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴും ദൈവത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനിടയായി. വിശ്വാസത്തിന്റെ ശക്തിയിൽ ശുശ്രൂഷകനായി മാറുമ്പോൾ ബാലരാമപുരം എന്നൊരു സ്ഥലമുണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്തിനടുത്ത്. അവിടെ വെച്ച് ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ എന്നെ ഉപദ്രവിക്കാൻ, കൊല്ലാൻ എന്റെ പുറകെ സ്കൂട്ടറിൽ വന്നതാണ്. ഞാൻ ഈ സ്കൂട്ടറിൽ പായുകയാണ് ഒറ്റയ്ക്ക്, ബാക്കി 3 പേർ പിറകെ നിന്ന്. എന്റെ ഒരു പഴയ സ്കൂട്ടറാണ്. എന്നാൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കാൻ സമയമാകുമ്പോഴാണ് ഞാൻ എത്തുന്നത്. ഞാൻ കയറിയതും റെയിൽവേ ഗേറ്റ് അടച്ചതും ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് ഇവർ ഇപ്പുറത്ത് നിന്നു, അക്കരെ നിന്നുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാനിടയായി. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും നമ്മളെ വിടുവിക്കുന്ന സ്വർഗത്തിലെ ദൈവം വിശ്വസ്തയോടെ നിന്നാൽ മാനിക്കും. മാന്യത കുറവുണ്ടോ? വിശ്വസ്തതയ്ക്ക് കുറവുണ്ടെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അങ്ങനെ ശുശ്രൂഷയുടെ മുമ്പോട്ട് പോകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയി അങ്ങനെ ഇവിടെ ആയിരുന്നു. വീണ്ടും ഈ 19 കാലഘട്ടത്തിൽ വിദേശത്ത് പോകാൻ വീണ്ടും ദൈവം എനിക്കൊരു അവസരം ഉണ്ടാക്കി. അങ്ങനെ കൊറോണ സമയത്ത് ശുശ്രൂഷയ്ക്കായി ഞാൻ അവിടെ എത്തുകയാണ്. അവിടെ എത്തി ഒരു സ്പോൺസറുടെ കീഴിൽ എപ്പോൾ ഗൾഫിൽ പോയാലും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകും. അങ്ങനെ വരുമ്പോൾ 2 മാസം കഴിഞ്ഞ് വരണ്ട, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരണം. മനസ്സിലായി എന്ന് തോന്നുന്നോ? അല്ലെങ്കിൽ 1 മാസം 2 മാസമല്ലേ വിസ പോകാൻ പറ്റൂ. ഒരു ജോലിക്ക് പോയാൽ വിസ കിട്ടും, ചെറിയ ശമ്പളം കിട്ടും, അപ്പോൾ എനിക്ക് താമസിക്കാൻ സ്ഥലം കിട്ടും. പോകുന്നവർക്ക് നമ്മളൊരു ഭാരമായി മാറില്ല. അങ്ങനെ ചെല്ലുന്നിടത്ത് ശുശ്രൂഷ ചെയ്ത് പ്രാർത്ഥന മുഖാന്തരം ദൈവം അവസരങ്ങൾ ഒരുക്കി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊരു സ്പോൺസറുടെ അടുത്ത് മറ്റൊരു സ്പോൺസറുടെ അടുത്തേക്ക് പോകാനിടയായി. അങ്ങനെ സ്പോൺസർ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ പൈസയും കൊടുത്ത് പുതിയൊരു ജോലിക്ക് കയറിയപ്പോൾ ഈ പഴയ സ്പോൺസർ അവിടെ ഒരു പോലീസ് കേസ് ഉണ്ടാക്കാനിടയായി. അങ്ങനെ എനിക്ക് വരാൻ പറ്റുന്നില്ല, എന്റെ മാതാവ് മരിച്ചു, എനിക്ക് എത്തണം, ഇവിടെ ബോഡി ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫെബ്രുവരി മാസത്തില് ആ ബോഡി അടക്കം ചെയ്യുന്ന ദിവസത്തിന്റെ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരു ടിക്കറ്റ് എടുത്തു. എന്റെ കർത്താവിന്റെ ദാസനും എന്റെ കുടുംബവും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ്. അവിടെ കമ്പ്യൂട്ടർ വരുമ്പോൾ എന്റെ പേര് കാണരുത്, കാരണം മറ്റേ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കമ്പ്യൂട്ടർ എവിടെ എത്തി. അവിടെ എന്റെ ഫോട്ടോ ഉണ്ട്, എന്റെ അഡ്രസ് ഉണ്ട്, എന്റെ സ്പോൺസറുടെ പേരെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് എയർപോർട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ആ കേസ് തീരണം. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഡയറി എഴുതി വെച്ചിരിക്കുകയാണ്. എന്റെ പേര് ചോദിച്ചു, വിജയൻ, അച്ഛന്റെ പേര് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഇദ്ദേഹം ഡയറിയിൽ എന്റെ ഫോട്ടോയും ഉണ്ട്, പേരും ഉണ്ട്. ഇദ്ദേഹം സ്ക്രീനിൽ അടിക്കുമ്പോൾ എന്റെ പേര് തെളിഞ്ഞു വരുന്നില്ല. ഹല്ലേലൂയ. നമുക്കെതിരായി ശത്രു എഴുതിയതിനെ മായ്ക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നീ കൊടുത്ത ആപ്ലിക്കേഷൻ ബാങ്കില് പെൻഡിങ് ആയിരിക്കുന്നോ? ഇന്ന് പകൽക്കാലം അതിന്മേൽ ടിക്ക് ദൈവം കൊടുക്കട്ടെ. അതിന്മേൽ നിനക്കുള്ള സീല് പതിക്കട്ടെ. മെഡിക്കൽ റിപ്പോർട്ടുകൾ നിനക്കെതിരായെന്ന് നീ വിചാരിക്കുന്നോ? നിനക്ക് അനുകൂലമായ സീൽ അതിന്മേൽ പതിയട്ടെ. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവം നിനക്കുള്ള പേപ്പറുകൾ കമന്നിരിക്കുന്ന നിവർന്നു വരുന്ന ഒരു പകൽക്കാലം ഇന്ന് സന്ധ്യക്കകത്ത് പ്രസാദം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് കാണിക്കുന്നു, നിനക്ക് അനുകൂലമായൊരു മറുപടി ഇത് നീ കേൾക്കുന്ന സന്ധിക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നോക്കണമേ, അവിടെ എത്തി. അങ്ങനെ കമ്പ്യൂട്ടറിൽ അറബി എന്നോട് ചോദിക്കുകയാണ്, നാം പേരെന്താന്നാണ്. ഞാൻ പേര് പറഞ്ഞു, അച്ഛന്റെ പേര് ചോദിച്ചു. പക്ഷെ കമ്പ്യൂട്ടറിൽ തെളിയുന്നില്ല, ഡയറിയിലുണ്ട് അടുത്ത സ്ക്രീനിൽ. അങ്ങനെ 11 സ്ക്രീനിൽ പോയിട്ടും എന്നെ കൊണ്ടുപോകാതെ വിമാനത്തിന് പോകാൻ പറ്റില്ല. ഇവരുടെ ഓക്കെ ക്ലിയറൻസ് ഇല്ലാതെ വിമാനത്തിന് പോകാൻ പറ്റില്ല. ഏകദേശം 10 മിനിറ്റ് 3 മണിക്കൂർ മുമ്പ് എത്തിയിട്ടും 10 മണിക്കൂർ ലേറ്റ് ആകുന്നവർ അവിടെ നിൽക്കേണ്ടി വന്നു. അവസാനം അതിന്റെ മെയിൻ അറബി പോലീസ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷോൾഡറിൽ ഭയങ്കരമായ മൺവെട്ടി കോടാരിയൊക്കെ ഉള്ള റാങ്കുള്ള ആളാണ്. അദ്ദേഹത്തിന് നോക്കിയ ഗോലിയാത്ത് ദാവി നിൽക്കുമ്പോൾ തോന്നും. ഞാൻ മുകളിലോട്ട് നോക്കിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ചോദിച്ചു, പേരെന്ത്? ഞാൻ പേര് പറഞ്ഞു. എവിടെ ജോലി ചെയ്യുന്നു? കേസുണ്ടോ? ഞാൻ പറഞ്ഞു അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, പിന്നെ എവിടെ പോകണം? ഞാൻ അമ്മ മരിച്ചു, അവിടെ പോവുകയാണ്. ശരി. അവസാനം ഇദ്ദേഹം എന്നെ നിർത്തിയാൽ പ്രശ്നം, കാരണം ഈ തെളിഞ്ഞു വരുന്ന രേഖകളിലൊന്നുമില്ല, എഴുതി വെച്ചതിൽ മാത്രമേ ഉള്ളൂ. കാരണം തലേ ദിവസം വരെ തൊട്ട് സമയം വരെ സ്ക്രീനിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോൾ അതില്ല. അദ്ദേഹം അവസാനം ദേഷ്യപ്പെട്ടു, അറബി പറഞ്ഞു റോ എന്ന് വെച്ചാൽ പോടാന്നാണ്. അവസാനം ഞാൻ തിരിച്ചിവിടെ
മടങ്ങി അമ്മയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുവാനിടയായി. ഏതൊരനർത്ഥവും പത്രോസ് കാരാഗൃഹത്തിനകത്ത് 4 വാതിലിനകത്ത് 16 പട്ടാളക്കാർ കാത്തു കിടക്കുമ്പോൾ ഇവിടെ 8 കിലോമീറ്റർ അപ്പുറത്ത് 13 സഹോദരിമാർ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം അവിടെ കിടക്കുന്നവർ അറിയിക്കാതെ അവനെ ഉറക്കിയിട്ട് പ്രകാശം അകത്ത് കൊടുത്ത ദൈവമാണ്. പ്രകാശം കൊടുക്കാൻ കാരണം എണീറ്റ് വരുമ്പോൾ എവിടെ കിടന്ന ചിലപ്പോൾ പത്രോസിനെ അറിഞ്ഞൂടെ. കിടന്ന സാഹചര്യം പത്രോസ് അറിയണം. ഒരു കാലത്ത് കിടന്ന രോഗം, ഒരു കാലത്ത് കിടന്ന നിന്ദ, ശാപമൊക്കെ അറിയണം. അങ്ങനെ പത്രോസ് പുറത്തു വന്നു. ഒരുത്തന്നെ ജയിലിൽ നടക്കാൻ എത്ര ആളുകളെ കാണണം, എത്ര മന്ത്രിയെ കാണണം, എത്ര ഓഫീസറെ കാണണം. 1000 ആളുകളെ കാണുന്നതിന് തുല്യമാണ് ഒരു ദൈവത്തെ കാണുന്നത്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നാട്ടിലെത്തി വീണ്ടും പഴയതുപോലെ ശുശ്രൂഷയിൽ മുഴുകുവാനിടയായി. വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും. വിശ്വകർമ്മ സമുദായത്തിൽ വന്നപ്പോൾ ആദ്യം ക്രിസ്ത്യാനി എന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം തിരുത്തി. ഇന്ത്യയിൽ വിശ്വകർമ്മ ക്രിസ്ത്യാനികളില്ല, ഹിന്ദു മാത്രമേ ഉള്ളൂ. അങ്ങനെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ വന്നു. 10ലെ എടുത്ത ഇളയ മകൻ 22 വയസ്സ് പ്രായമുള്ളവന് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാതെ വന്നു. അങ്ങനെ അവൻ അച്ഛനാകുന്ന എന്നോട് പോലും കയർത്തു പറഞ്ഞു, അച്ഛൻ എന്തിന് സർട്ടിഫിക്കറ്റ് തിരുത്തി? ഞാൻ പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യാനിയാണ്, മറ്റൊരു ആനുകൂല്യം നമുക്ക് വേണ്ട. അങ്ങനെ ഞാൻ വായിച്ചത് യേശുക്രിസ്തു കല്ലറയിൽ പോകുമ്പോൾ 5455 മുറിവുകളുമായിട്ടാണ് യേശു കല്ലറയിൽ പോയ. 5455 മുറിവ്. പക്ഷെ പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്ന അഭിമാനിക്കുന്നവർ പോലും കൊടുത്ത മുറിവുകളെന്നും യേശുവിന്റെ ശരീരത്തിലുണ്ട്. അതിൽ 5 കോടി മുറിവായി കാണും. ഞാൻ ഒരിക്കൽ കൂടെ ക്രൂശിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് വിശ്വാസി എന്ന് പറഞ്ഞിട്ട് ക്രൈസ്തവന്റെ ആനുകൂല്യം വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് OBC ആയി ഞാൻ സർട്ടിഫിക്കറ്റ് തിരുത്തിയപ്പോൾ ഇളയ മകൻ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ ഈ 2004 ആയപ്പോൾ മകൻ ചോദിച്ചു, അച്ഛാ എന്താണ്? എല്ലാ വർഷവും ഏപ്രിൽ മാസം 1-ാമത്തെ തിങ്കളോട്ട് 21 ഉപവസിക്കും. അങ്ങനെ ഈ പറഞ്ഞ സമയത്ത് ഉപവസിച്ചപ്പോൾ മകനോട് ഞാൻ പോയി നിനക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനെ ഇല്ലേ അഭ്യർത്ഥന ജാതി സർട്ടിഫിക്കറ്റ് കിട്ടൂല, കാരണം വിശ്വകർമ്മ ക്രിസ്ത്യൻ ഇല്ല. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ പലയിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരിടവും കിട്ടിയില്ല. അഡ്മിഷൻ ക്ലോസ്. എന്റെ മകൻ ചോദിച്ചു, അച്ഛനല്ലേ പറഞ്ഞത് അഡ്മിഷൻ കിട്ടുമോ? ഞാൻ പറഞ്ഞ്, യൂട്രസ് ഇല്ലാത്തവർ പ്രസവിച്ചെങ്കിൽ എന്റെ ലോൺ എഴുതിത്തള്ളാൻ ദൈവത്തിന് പറ്റിയെങ്കിൽ എന്നെ കൊല്ലാൻ നടന്നവര് അവര് ക്ഷേമമായി ഇന്നും എന്റെ സ്നേഹിതരായി നടക്കുന്നുവെങ്കിൽ നിനക്കും ദൈവം വിടുതൽ തരും. സ്വത്രം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്റെ മകനെയും കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബുധനാഴ്ച സങ്കടപ്പെട്ട് അഡ്മിഷൻ ക്ലോസ് ആയി. കഴിഞ്ഞ വർഷം 2004 സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ക്ലോസ് ആയി. എന്റെ മകൻ എന്നോട് പറഞ്ഞു, അച്ഛനല്ലേ പറഞ്ഞ കിട്ടുമെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിനക്ക് കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ അന്ന് ബുധനാഴ്ച പേപ്പർ വായിക്കുമ്പോൾ ഇതാ പെട്ടെന്ന് സ്പോട്ട് അഡ്മിഷൻ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു കോളേജില്. മറ്റു ദൂരെ എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്റെ മകന് പോകാൻ ബസ് ഫെയർ ചിലപ്പോൾ തികയാതെ വരും, സമയം തികയാതെ വരും. പക്ഷെ തൊട്ടടുത്തുള്ള കോളേജിൽ ചെല്ലുമ്പോൾ സ്പോട്ട് അഡ്മിഷൻ സ്പോർട്സ് കോട്ടയിലാണ്. അതായത് ഇവൻ സ്പോർട്സിനൊക്കെ എല്ലാവരും ഇന്ത്യ മുഴുവൻ പോയിട്ടുള്ള ആളാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരു സീറ്റേ ഉള്ളൂ. വീണ്ടും വിഷയമായി. കാരണം അധികം ആളുകൾ വന്നാൽ ഇവന് കിട്ടാതെ വരുമല്ലോ. പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ നിൽക്കും. അവനെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നിൽക്കുന്ന ആ ചുറ്റുവട്ട സമയത്ത് 9 മണി തൊട്ട് 11:30 മണി വരെ കടുത്ത പ്രളയം, മഴ പെയ്യാനിടയായി. സ്തോത്രം. അങ്ങനെ മഴ കാരണം അകത്ത് വരാൻ പറ്റാതെ ഇവന്റെ അഡ്മിഷൻ ക്ലോസ് ആയപ്പോഴാണ് മഴ തീർന്നത്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം കൊണ്ട് കാക്കുന്ന ദൈവം, തന്റെ ഭക്തരെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കൃപ. അല്ലെങ്കിൽ ഏത് കുഴിക്കകത്ത് പോയാലും നമ്മൾ പിടിച്ചിരിക്കുന്ന കയറിന്റെ അറ്റം നമ്മുടെ അപ്പന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ അനർത്ഥത്തിൽ വിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്തൊക്കെ ചോദിക്കുന്നതിന് നിനക്കുന്നതിൽ അത്യന്തം പരമായി ചെയ്യുന്നൊരു വ്യാപാര ശക്തി. അങ്ങനെ ഞങ്ങൾ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്നു. കുടുംബമായി ശുശ്രൂഷ കൺവെൻഷനുകൾ, ഉപവാസ പ്രാർത്ഥനകൾ, കാത്തിരിപ്പ് യോഗങ്ങള്, ഫുൾ നൈറ്റ് പ്രയറുകളായൊക്കെ കർത്താവ് നടത്തുന്നു. അറിയാത്ത സ്ഥലങ്ങളിൽ, അറിയാത്ത രാജ്യങ്ങളിൽ, അറിയാത്ത സ്റ്റേറ്റുകളിൽ, അറിയാത്ത വലിയ സമ്പന്നരും ആത്മീയത്തിൽ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നവരുമായ ആളുകൾ. പൗലോസ് പറഞ്ഞ പോലെ വിശാലമായൊരു വാതിൽ എനിക്ക് തുറന്നിരിക്കുന്നു, എന്നാൽ എതിരാളികളും ഉണ്ട്. ഹല്ലേലൂയ. ശത്രു ഉണ്ടെങ്കിലേ ഒരു മേശയുള്ളൂ. ശത്രുക്കൾക്ക് നടുവിൽ മേശ ഒരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദാവീദിന് അഭിഷേകം പുരട്ടാൻ, അഭിഷേക തൈലം തേക്കുവാൻ ഈ അഭിഷേക തൈലം കാട്ടിൽ കൊണ്ടുപോയി തേച്ചാൽ മതിയായിരുന്നല്ലോ. കാട്ടിൽ വെച്ച് വീഴ്ത്തിയ അല്ല, അവനെ വീട്ടിൽ വിളിച്ചു വരുത്തി. അവന്റെ ശത്രുക്കൾ അവിടെ ഇരിക്കുന്നു. അവന്റെ ചേട്ടൻ ഏലിയാബ്, അഭിനാദാവ്, ഷമ്മ, ചോ, മെഗുമായ, സെവായ, ഹിതറായ, അങ്ങനെ 7 സഹോദരന്മാർ നിന്ദിച്ചവര്. കാരണം ശൗലിന്റെ പട്ടാളത്തിലെ കമാൻഡർ ചീഫായിരുന്നു ഏലിയാബ്. അദ്ദേഹത്തിന്റെ കുന്തമറിയുന്നവനായിരുന്നു ഷമ്മ. അങ്ങനെയുള്ള എല്ലാ പ്രഗത്ഭരായ നടുവില് ആരും പരിഗണിക്കാത്ത
ഇല്ലാത്തവൻ. അതുകൊണ്ടാണ് അവൻ 27 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, 10-ാമത്തെ വാക്യം, എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നിരിക്കുന്നു, എന്നാൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം പറഞ്ഞാലും തീരാത്ത സാക്ഷ്യങ്ങൾ എന്റെ മുമ്പിലുണ്ട്. ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ 1000-ൽ 1 ഭാഗം പോലും പറഞ്ഞില്ല. കർത്താവിന്റെ കൃപയാൽ ഈ ജോയ്സ് ടിവിയിലെ അഭിഷിക്ത ദാസനെയും കുടുംബത്തിനെയും ഒക്കെ പരിചയപ്പെടുവാൻ ദൈവം ഒരു അവസരം ഉണ്ടാക്കി. അങ്ങനെ ഇന്ന് പകൽക്കാലം സാക്ഷി പറയാനായി ദൈവം എന്നെ ഒരുക്കി. ദൈവം തന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാനിടയായി. ഇത് കേൾക്കുന്നവരെ നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ ആണെങ്കിലും ഞാൻ അവസാനമായി നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, മറ്റൊരുത്തന്നെ രക്ഷയില്ല. നിങ്ങൾ മതം മാറണ്ട, ജാതി മാറണ്ട, സർട്ടിഫിക്കറ്റ് തിരുത്തണ്ട. മനസ്സുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി അവിടെ നിന്ന് സ്വീകരിക്കുക. ഒരു നിമിഷം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, സ്തോത്രം. നല്ല പകൽക്കാലത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ജോയ്സ് ടിവിയിലൂടെ ഇന്ന് പകൽക്കാലം തിരുവനന്തപുരം ജില്ലയില് നെയ്യാറ്റിൻകര താലൂക്കിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ഉയർത്തുവാൻ സ്വർഗം ഒരുക്കി വലിയ കൃപയ്ക്കായി സ്തോത്രം. ആരൊക്കെ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാല് ശത്രുവിന്റെ മുമ്പിൽ തല ഉയർത്തി നിർത്തുന്ന സ്വർഗത്തിലെ ദൈവം. 86-ാം സങ്കീർത്തനം 17-ാം വാക്യം, എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം ഞങ്ങളെ മാനിക്കുന്ന ദൈവം. ഞങ്ങളുടെ ഭൗതികാത്മീയമായ കാര്യങ്ങൾ ദൈവം അറിയുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ശാരീരിക ബലഹീനതകൾ മാറട്ടെ. റോബർട്ട് എന്ന സഹോദരന്റെ ക്യാൻസറിന്റെ രോഗം ദൈവം എടുത്തു മാറ്റട്ടെ. നിർമ്മല എന്ന സഹോദരിയുടെ വീട്ടിന്റെ ലോണിന്മേൽ ദൈവം ഒരു വിടുതൽ കൊടുക്കട്ടെ. ആശുപത്രി മെഡിക്കൽ കോളേജിൽ ആയിക്കൊണ്ടിരിക്കുന്ന ആതിര എന്ന സഹോദരി ദൈവം തൊടട്ടെ. യൂട്യൂബിലൂടെ കാണുന്ന പിന്നത്തെ കാണുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില കടബാധ്യതകൾ മാറട്ടെ. പഠിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾക്ക് ദൈവം വലിയ കൃപ കൊടുക്കട്ടെ. ചില അഡ്മിഷനുകൾ ഇപ്പോഴും വൈകിയിരിക്കുന്നവർക്ക് അഡ്മിഷൻ ദൈവം കൊടുക്കുവാനിടയാകട്ടെ. ഇന്ന് പൽക്കാലം ഒന്നിച്ചായിരിക്കാൻ സ്വർഗം സഹായിച്ചല്ലോ. ഈ സാക്ഷി സകലർക്ക് ഒരു ഗുണമായി മാറട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനായി തീരട്ട് കർത്താവേ. സകലം ഏൽപ്പിക്കുന്നു. ചാനൽ നടത്തുന്ന സഘാടകരെ ഏൽപ്പിക്കുന്നു, അവിടെ സഭ ഏൽപ്പിക്കുന്നു, കേൾക്കുന്നവരെ ഏൽപ്പിക്കുന്നു. പൂർണ്ണമായി ഞങ്ങളുടെ പാദത്തിൽ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ചുരുങ്ങിയ യാചന കേൾക്കണം പരമപിതാവേ. ആമേൻ, ആമേൻ.